ഹലോ ഫ്രണ്ട്സ്, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് പ്രപഞ്ചവുമായിട്ട് അലൈനിലാകുന്ന കാര്യത്തെക്കുറിച്ചാണ്. അഥവാ പ്രപഞ്ചവുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യുക എന്നുള്ള കാര്യമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. നമ്മളെ ലൈഫിൽ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ്റെ ഏറ്റവും വലിയ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത് നമ്മൾ യൂണിവേഴ്സൽ എനർജിയുമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ വൈബ്രേഷനായിട്ട് എപ്പോഴാണോ അലൈനിലാകുന്നത് അല്ലെങ്കിൽ എപ്പോഴാണോ നമ്മൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്നത്, അപ്പോൾ നമ്മുടെ കാര്യങ്ങളെല്ലാം തന്നെ, അത് റിലേഷൻഷിപ്പ് ആവട്ടെ, പണമാവട്ടെ, ജോലി ആവട്ടെ, അങ്ങനെ ഓരോ കാര്യവും വളരെ പെട്ടെന്ന് അത് എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലും നമ്മളെ സ്റ്റുഡൻസിൻ്റെയും കാര്യങ്ങളെല്ലാം തന്നെ ലൈഫിൽ നടക്കുന്ന മിറാക്കിൾസ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ഞാൻ ഏതൊരു ടെക്നിക്കും ഏതൊരു കാര്യം പറയുന്ന സമയത്തും അത് പ്രാക്ടീസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയവരുടെ സക്സസ് സ്റ്റോറീസിനോടൊപ്പം തന്നെയാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് യൂട്യൂബ് ചാനൽസ് ജസ്റ്റ് സ്റ്റോറീസും കാര്യങ്ങളും ഷെയർ ചെയ്യും. എന്നാൽ ഞാൻ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ കുറച്ച് ഇൻഫോർമേഷൻ തരുന്നതിനേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾക്ക് ആ ഒരു ടെക്നിക്കോ അല്ലെങ്കിൽ ആ ഒരു ടെക്നിക്കിലെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ടെക്നിക്ക് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയവരുടെ സക്സസ് സ്റ്റോറീസിൻ്റെ അടിസ്ഥാനത്തിൽ പറയുമ്പോൾ നിങ്ങളുള്ളിൽ ബിലീഫ് സിസ്റ്റം വരും. ഓക്കെ, അത് നടക്കും എന്നുള്ള വിശ്വാസം. അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ നമ്മളെ യൂട്യൂബ് വീഡിയോസ് ഇതെല്ലാം തന്നെ വെച്ചിരിക്കുന്നത്. ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മൾ മുന്നേ പറഞ്ഞില്ലേ, എലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്നു എന്നുള്ള അതിൻ്റെ ഒരു വളരെ ബ്രീഫായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അന്നേരം ജസ്റ്റ് സ്ക്രീൻ ഷെയർ ചെയ്യാണ്. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടോ നിങ്ങൾ? കാണുന്നുണ്ടോ? ഓക്കെ, ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഓക്കെ, എലൈൻമെൻറ്റ് മാസ്റ്ററിയിൽ നമ്മൾ മെയിനായിട്ടുള്ളത് ഈ 100 മെഡിറ്റേഷൻസ് പറയും. അതായത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഹീലിങ്ങിന് വേണ്ടിയിട്ട്, ഇന്നർ സെൽഫ് ഹീലിങ്ങിന് വേണ്ടിയിട്ട്, ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കാരണം ഇതുവരെ ഏകദേശം ബേസിക് ക്ലാസ്, ലോ ഓഫ് അട്രാക്ഷൻ ബേസിക് ക്ലാസ് 58 ബാച്ച് വരെ കഴിഞ്ഞു. അതോടൊപ്പം റിലേഷൻഷിപ്പ് മാസ്റ്ററിയുടെ 27 ബാച്ച്, വെൽത്ത് മാസ്റ്ററിയുടെ ഒരു 6 ബാച്ച് കഴിഞ്ഞു, ചക്ര മാനിഫെസ്റ്റേഷൻ്റെ 22 ബാച്ച് കഴിഞ്ഞു. അങ്ങനെ അതിൻ്റെ അവരുടെ ജീവിതത്തിൽ പലരുടെ ജീവിതത്തിലും പല മിറാക്കിളും സംഭവിച്ചിട്ടുണ്ട്. അത് ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ലോട്ടറിയിലൂടെ ഇതേപോലെ തന്നെ അബുദാബി ബിഗ് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, വേറെ ഒരു ബിഗ് ടിക്കറ്റ് പോലത്തെ ഒരു വ്യക്തിക്ക് കിട്ടിയിട്ടുണ്ട്. അത് എവിടെയാണ്, ഷാർജയിലെ കാര്യങ്ങളോ, അതെല്ലാം തന്നെ ഷെയർ ചെയ്യുന്ന സമയത്ത് അതെല്ലാം, അതായത് നിങ്ങളുടെ ലൈഫിൽ കറക്റ്റായിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മൾ അലൈൻമെൻറ്റ് മാസ്റ്ററിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിൽ കറക്റ്റായിട്ട് ഹീലിംഗ് മെഡിറ്റേഷൻ, അതായത് ഏകദേശം 100+ ഹീലിംഗ് മെഡിറ്റേഷനാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെയുള്ളത് പേഴ്സണൽ ടാസ്ക്, നിങ്ങൾക്ക് ഓരോ വ്യക്തികളുടെ പ്രശ്നങ്ങൾക്കുള്ള പേഴ്സണൽ ടാസ്ക്, മെഡിറ്റേഷൻസ്, അതോടൊപ്പം തന്നെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ക്ലാസ്സുകളും ഇന്നർ ചൈൽഡ് ഹീലിംഗുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അതിൽ 7 ചക്ര, അതായത് എല്ലാ ഇപ്പം 30 ദിവസത്തെ ക്ലാസ് ആണെങ്കിൽ 7 days 7 ചക്ര ക്ലെൻസിങ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ എനർജി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ചില ബ്രീത്തിങ് ടെക്നിക്കും, അതോടൊപ്പം തന്നെ നമ്മൾ അഡ്വാൻസ്ഡ് സെൽഫ് ഹീലിംഗ് തെറാപ്പീസും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം 30 മെഡിറ്റേഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 30 മെഡിറ്റേഷൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഫോർഗിവ്നെസ് ഹീലിംഗ് മെഡിറ്റേഷൻ, ഇന്നർ ചൈൽഡ് മെഡിറ്റേഷൻ, വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ, അങ്ങനെ 7 ചക്ര ഹീലിംഗ്, വിപസന മെഡിറ്റേഷൻ, സെൽഫ് ലവ് മെഡിറ്റേഷൻ, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ, 5 എലിമെൻറ്റ് മെഡിറ്റേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ, സെൻ മെഡിറ്റേഷൻ എന്ന് പറയുന്ന ഏകദേശം 30ഓളം മെഡിറ്റേഷൻസ് നമ്മൾ ഡെയിലി നൽകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഇന്നർ ചൈൽഡ്, ഇതിലെ ഏറ്റവും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്നർ ചൈൽഡിൻ്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്നർ ചൈൽഡ് തെറാപ്പി അല്ലെങ്കിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഡിറ്റേഷനാണ്. ഇന്നത്തെ ഒരു കൺസൾട്ടേഷൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല. അദ്ദേഹം വളരെയധികം ബുദ്ധിമുട്ട്, ഇങ്ങനെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിൻ്റെ പാരൻസിൽ നിന്നും വളരെയധികം ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. അതായത് അദ്ദേഹത്തിന് ഞാൻ ഇതേപോലെ തന്നെ ഫോർഗിവ്നെസ് എന്ന് തന്നെയാണ് കറക്റ്റായിട്ട് പറയുന്നതെങ്കിൽ ഇന്നർ ചൈൽഡ് ഹീലിംഗ് എന്ന് പറയുന്നത്. ഈ ഇന്നർ ചൈൽഡ് ഹീലിങ്ങിന് പല തലങ്ങളുണ്ട്. അതായത് നമ്മളെ കുട്ടിക്കാലത്തേക്ക് പോയിട്ട് നമ്മളെ കുട്ടിയോട് അല്ലെങ്കിൽ ആ ഒരു 1.5 വയസ്സ് അല്ലെങ്കിൽ 2 വയസ്സുള്ള വ്യക്തിയോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് അവനെ ഹീൽ ചെയ്യുന്നതാണ്. അതായത് നമ്മൾ തന്നെ പോയിട്ട് നമ്മൾ ചില മാർവൽ സീരീസിൽ കാണാറില്ലേ, അതായത് ആ വ്യക്തിയുടെ കുട്ടിക്കാലത്തേക്ക് പോയിട്ട് ആ വ്യക്തിയുടെ കുട്ടിയോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ചേഞ്ച് ചെയ്യുന്ന കാര്യമാണ് ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ്. അങ്ങനെ പല രീതിയിലുള്ള ഇന്നർ ചൈൽഡ് ഹീലിംഗ് മെത്തേഡ്സും ഉണ്ട്. അതെല്ലാം തന്നെ നമ്മൾ അലൈൻമെൻറ്റ് മാസ്റ്ററിയിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ 7 ചക്ര മെഡിറ്റേഷൻ,
നമ്മളെ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇപ്പം യൂണിവേഴ്സൽ എനർജി, ഇപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണ്, യൂണിവേഴ്സൽ എനർജി നമ്മളിലേക്ക് പ്രയോഗിക്കണമെങ്കിൽ ഈ 7 ചക്രാസും നമ്മൾ ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കണം. ഇതിൽ ഫസ്റ്റ് കാണിക്കുന്ന റൂട്ട് ചക്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അത് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, ഇതിൻ്റെ താഴെ കാണുന്ന ചക്രമാണ് റൂട്ട് ചക്ര എന്ന് പറയുന്നത്. അന്നേരം ഈ റൂട്ട് ചക്ര എന്ന് പറയുന്നത് നമ്മളെ വെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചക്രമാണ്. അതുകൊണ്ടാണ് പലരുടെ ലൈഫിലും ഈ വെൽത്ത്, ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വെൽത്ത് അട്രാക്ട് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റൂട്ട് ചക്ര വളരെ വീക്കായിരുന്നു. അത് വീക്കാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നില്ലേ, അതേപോലെയുള്ള കോൺഫിഡൻസ് എനിക്ക് പണ്ടില്ലായിരുന്നു. നമുക്കെപ്പോഴും കുറ്റബോധം, അപകർഷതാ ബോധം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അടുത്ത ചക്രമാണ് സ്വാധിഷ്ഠാന ചക്ര എന്ന് പറയുന്നത്, നമ്മളെ സെക്സ് ചക്ര അല്ലെങ്കിൽ ചാക്ര ചക്ര എന്ന് പറയുന്നത്. ഇത് നമ്മളെ ക്രിയേറ്റിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നിങ്ങൾ ഓവറായിട്ട് സെക്സ്വലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെടുക, മാസ്ട്രുബേഷൻ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ പങ്കാളിയായിട്ട് കൂടുതൽ സെക്സിൽ ഏർപ്പെടുക, അതെല്ലാം തന്നെ ലൈഫിൽ സംഭവിക്കുകയാണെങ്കിൽ, ഇപ്പം നോ ഫാബ് ചാലഞ്ച് എന്നെല്ലാം പറയുന്നത്, അതെല്ലാം കൊണ്ട് നമ്മളെ ക്രിയേറ്റീവ് എനർജിയാണ് നമുക്ക് നഷ്ടപ്പെടുക. അതാണ് സ്വാധിഷ്ഠാന ചക്രയുടെ കാര്യം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് കിടക്കുന്നതാണ് മണിപൂര ചക്ര എന്ന് പറയുന്നത്. മണിപൂര ചക്ര നമ്മളെ ഇന്നർ സ്ട്രെങ്ത്തുമായിട്ട്, അതായത് ഇപ്പം ബ്രൂസ്ലിയുടെ മണിപൂര ചക്ര അത്രയും സ്ട്രോങ് ആയിരുന്നു. അങ്ങനെ പറയപ്പെടുന്നത് അദ്ദേഹം ആ ഒരു മണിപൂർ ചക്രയെ അദ്ദേഹത്തിന് ഓരോ ഭാഗങ്ങളിലേക്ക് മാറ്റാൻ പറ്റും, അത്രയും ശക്തനായ വ്യക്തിയായിട്ടാണ് ബ്രൂസ്ലിയെ പറയുന്നത്. അന്നേരം നിങ്ങൾക്ക് ഒരു കാര്യത്തിലേക്ക് അഗാധമായ ഭയം കാര്യങ്ങളെല്ലാം ആണെങ്കിൽ നിങ്ങളുടെ മണിപൂര ചക്ര വീക്കായിട്ട് കിടക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തതായിട്ടുള്ളതാണ് അനാഥ ചക്ര അല്ലെങ്കിൽ ഹാർട്ട് ചക്ര എന്ന് പറയുന്നത്. ഇത് ഇരു ഹൃദയങ്ങളുടെ നടുവിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ചക്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ചക്ര ബ്ലോക്ക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റില്ല. അതാണ്. അന്നേരം ഏതൊരു വ്യക്തിയിലാണോ ഇങ്ങനെ അനാഥ ചക്ര അഥവാ ഹാർട്ട് ചക്ര ഓപ്പൺ ആയിട്ട് കിടക്കുന്നത്, ആ വ്യക്തിയിലേക്ക് ഓട്ടോമാറ്റിക്കായി ഓക്കെ ജസ്റ്റ് അത് പെട്ടെന്ന് മഴയായതുകൊണ്ട് നെറ്റ് കട്ടായതാണ്. നമ്മൾ അനാഥ ചക്രയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അതായത് ഏതൊരു വ്യക്തിയിലാണോ അനാഥ ചക്ര ഓപ്പണായിട്ട് കിടക്കുന്നത്, ആ വ്യക്തിയിലേക്ക് ലവ് വരും. ഇപ്പോൾ ക്രിസ്തുദേവൻ്റെ ചിത്രങ്ങൾ നിങ്ങൾ നോക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുദേവൻ്റെ ചിത്രങ്ങൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഹൃദയത്തിൽ പ്രകാശവും അങ്ങനെ ഹൃദയം പുറമെ ഒരു ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഹൃദയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ലവബിൾ ആയിട്ടുള്ളത് കൊണ്ടാണ്. ഇനി അടുത്തതായിട്ടുള്ള ചക്രമാണ് വിശുദ്ധി ചക്ര അഥവാ ത്രോട്ട് ചക്ര എന്ന് പറയുന്നത്. നമ്മളെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചക്രമാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ പണ്ടെല്ലാം എൻ്റെ ഒരു സംസാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പശുവിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ചാണകത്തെക്കുറിച്ച് പറയുന്ന ഒരു ക്യാരക്ടറായിരുന്നു എനിക്കുണ്ടായിരുന്നത്. വ്യക്തമായിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചില്ല, കാരണം എൻ്റെ വിശുദ്ധി ചക്ര ബ്ലോക്ക് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിനെ കറക്റ്റായിട്ട് ഇപ്പം റേക്കി പ്രാണി ഹീലിങ്ങിലെല്ലാം തന്നെ ഹീൽ ചെയ്തതിന് ശേഷം എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ആയി. അതുകൊണ്ടാണ് വീഡിയോയിലെല്ലാം തന്നെ നിങ്ങളോട് കൃത്യമായ രീതിയിൽ പറയാൻ സാധിക്കുന്നത്. അടുത്ത ചക്രമാണ് ആജ്ഞാ ചക്ര എന്ന് പറയുന്നത്. ഇത് ഇരുപുര്യങ്ങളുടെ മധ്യത്തിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങളെ ഇൻഡ്യൂഷൻ പവർ, അതോടൊപ്പം തന്നെ നിങ്ങളെ പ്രെഡിക്ഷൻ കപ്പാസിറ്റി, നിങ്ങളെ ഒരു കാര്യത്തെ കൂടുതലായിട്ട് ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് ആ വ്യക്തിയുടെ ചുറ്റുപാടുകളും ആ വ്യക്തിയെ ആ വ്യക്തി എന്താണോ അവരെ മനസ്സിലാക്കാനുള്ള പെട്ടെന്ന് തന്നെ ഇൻഡ്യൂഷൻ പവർ എന്ന് പറഞ്ഞില്ലേ, നമുക്ക് പെട്ടെന്ന് തന്നെ ചില തോന്നലുകളില്ലേ, ഈ വ്യക്തി എന്നെ ചതിക്കും അല്ലെങ്കിൽ ഈ വ്യക്തി നല്ലതാണെന്ന് പറഞ്ഞ് ഇൻഡ്യൂഷൻ ലെവലിൽ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആജ്ഞാ ചക്രമാണ്. ഇനി ഏറ്റവും ടോപ്പായിട്ടുള്ള ചക്രമാണ് സഹസ്രാര ചക്ര എന്ന് പറയുന്നത്. ബാക്കിയുള്ള 6 ചക്രങ്ങളും ശരീരത്തിനകത്താണ് അല്ലെങ്കിൽ ശരീരമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ചക്രമാണെങ്കിൽ, സഹസ്രാര ചക്ര എന്ന് പറയുന്നത് നമ്മളെ ഇങ്ങനെ തലയോട്ടിയുടെ തൊട്ട് മുകൾ ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരിക്കലും ഫിസിക്കൽ ഐസിനെ കൊണ്ട് കാണാൻ പറ്റാത്ത ഒരു കാര്യങ്ങളാണ്. എനർജി സെൻറ്റേഴ്സ് എന്ന് പറയും ചക്രാസ്, അല്ലെങ്കിൽ നമ്മളെ നാഡീവ്യൂഹങ്ങളുടെ ജോയിൻറ്റിങ് പോയിന്റ്സിനെയാണ്. അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇതേപോലെ തന്നെ റേക്കി പ്രാണി ഹീലിംഗ്, സിദ്ധ ഹീലിംഗ്, അക്യുപഞ്ചർ, ഹിജാമ എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യുന്ന സമയത്തും ഇവരെല്ലാം തന്നെ ഈ ഒരു ചക്രാസിനെ കുറിച്ച് അല്ലെങ്കിൽ ചക്രാസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെല്ലാം തന്നെ ഹീലിംഗ് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ,
ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ചക്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇനി അടുത്തതാണ് പഞ്ചകോശ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ. അത് നമ്മളെ അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം, ഈ 5 കോശങ്ങളെ കുറിച്ചുള്ള മെഡിറ്റേഷനാണ് പ്രാണിക് ഹീലിംഗ് മെഡിറ്റേഷനിൽ. പിന്നെ എപ്പോഴും നമ്മൾ എല്ലാ ക്ലാസ്സുകളിലും ഇപ്പോൾ എലൈൻമെൻറ്റ് മാസ്റ്ററിയിലുള്ള എല്ലാ മെഡിറ്റേഷനിലും അല്ലെങ്കിൽ എല്ലാ ദിവസവുമുള്ള മെഡിറ്റേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ നിർബന്ധമായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. കാരണം വിഷ്വലൈസേഷൻ മെഡിറ്റേഷനിലൂടെ മാത്രമേ നമ്മളുടെ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുകയുള്ളൂ. പിന്നെ കോസ്മിക് മെഡിറ്റേഷൻ, അതൊരു എനർജി ഹീലിംഗ് മെഡിറ്റേഷനാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് പറയുന്നത് യൂണിവേഴ്സൽ എനർജിയെ നമ്മളെ ബോഡിയിലേക്ക് കൊണ്ടുവരുന്ന ടൈപ്പ് മെഡിറ്റേഷനാണ്. പിന്നെ വാട്ടർ ഹീലിംഗ് മെഡിറ്റേഷൻ, അതൊരു വാട്ടർ തെറാപ്പിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. നമ്മൾ ജസ്റ്റ് പറയുകയാണെങ്കിൽ ഇന്നലെ നമ്മൾ 2 കപ്പ് മെത്തേഡ്, 1 കപ്പ് മെത്തേഡിലെല്ലാം തന്നെ ഇതാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഉള്ളത് നാഡി ശോധന മെഡിറ്റേഷനാണ്. അത് പ്രാണായാമമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മെഡിറ്റേഷനാണ്. പിന്നെ ജോ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ, ഇമ്മ്യൂണിറ്റി, നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ ബൂസ്റ്റ് ചെയ്യുന്ന മുദ്ര തെറാപ്പിയും കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മെഡിറ്റേഷനാണ് ഇമ്മ്യൂണിറ്റി മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് സെൽഫ് ലവ് മെഡിറ്റേഷൻ, പല രീതിയിലുള്ള സെൽഫ് ലവ് മെഡിറ്റേഷൻ ഉണ്ട്. അതിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സെൽഫ് ലവ് മെഡിറ്റേഷനാണ് നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പഞ്ചഭൂതങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള മെഡിറ്റേഷനാണ് 5 എലിമെൻറ്റ് മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലെ പഞ്ചഭൂതങ്ങളുടെ ഒരു ബാലൻസിങ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ഓരോ മെത്തേഡ്സിലും ചില ടെക്നിക്കും ചിലത് ഫിസിക്കലായി ചെയ്യേണ്ട എക്സസൈസും ഉണ്ട്. പിന്നെ അബണ്ടൻസ് മെഡിറ്റേഷൻ, നമ്മളുടെ മണി ബ്ലോക്ക് എല്ലാം തന്നെ മാറ്റുന്ന ഒരു ടൈപ്പ് മെഡിറ്റേഷനാണ് മണി മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ, അതിൻ്റെ ചെറിയൊരു ഫോമാണ് നമ്മൾ ഫ്രീ ക്ലാസ്സിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. കാർമിക് ക്ലെൻസിങ് മെഡിറ്റേഷൻ എന്നുള്ളതാണ്. അതായത് നമ്മൾ ജന്മജന്മാന്തരങ്ങളായിട്ട് ചില വ്യക്തികളെ കാണാറില്ലേ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് എനിക്ക് കാർമികമായിട്ടുള്ള ഒരു ബ്ലോക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരിക്കലും അച്ഛൻ്റെ സ്നേഹം എനിക്ക് കിട്ടിയിരുന്നില്ല. കാരണം അച്ഛനിൽ നിന്ന് അച്ഛൻ്റെ അച്ഛനിലേക്ക് അങ്ങനെ, അതായത് അച്ഛനിൽ നിന്ന് സ്നേഹമോ കാര്യങ്ങളോ കിട്ടിയിട്ടില്ലെങ്കിൽ അതിനർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർമിക് ബ്ലോക്കാണ്. അത് നമ്മളെ കർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനെ കാർമിക് ക്ലെൻസിങ് മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു ഹീലറെ കയ്യിൽ നിന്നാണ്, അദ്ദേഹം നല്ലൊരു ഹീലറാണ്, അദ്ദേഹത്തിൽ നിന്നാണ് ഞാൻ ഈ കാർമിക് ക്ലെൻസിങ് മെഡിറ്റേഷൻ മനസ്സിലാക്കിയത്. അത് ആ മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം ഞാനും അച്ഛനും തമ്മിലുള്ള ബോണ്ടിങ് കുറച്ചും കൂടി സ്ട്രോങ് ആയി. ഇന്ന് നല്ലൊരു സൗഹൃദമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും അച്ഛനോട് സംസാരിച്ചിരുന്നില്ല. അച്ഛനോട് എന്തെങ്കിലും കാര്യം പറയുകയാണെങ്കിൽ അമ്മയിലൂടെ മാത്രമാണ് ഞാൻ സംസാരിച്ചത്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൻ്റെ പ്രോബ്ലം ഉണ്ടാകും, കാര്യങ്ങളെല്ലാം തന്നെ കാർമിക്കായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണെങ്കിൽ ഈ കാർമിക് ക്ലെൻസിങ് മെഡിറ്റേഷൻ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം വരുന്നതാണ്. ഓക്കെ, ഇങ്ങനെയുള്ള മെഡിറ്റേഷൻസ് ആണ് നമ്മൾ നൽകാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ തന്നെ പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ സ്ലൈഡിലേക്ക് പോവാം. ഓക്കെ, ബാക്കിയുള്ള പിന്നെ വൈബ്രേഷൻ റേസിംഗ് മെഡിറ്റേഷൻ ഉണ്ട്, ഓറ ക്ലെൻസിങ് മെഡിറ്റേഷൻ ഉണ്ട്, താന്ത്രിക് അട്രാക്ഷൻ മെഡിറ്റേഷൻ ഉണ്ട്, അഫർമേഷൻ മെഡിറ്റേഷൻ ഉണ്ട്, ടാപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ EFT മെഡിറ്റേഷൻ ആണ്, തേർഡ് ഐ മെഡിറ്റേഷൻ ഉണ്ട്, ഗോൾഡൻ ലൈറ്റ് മെഡിറ്റേഷൻ ഉണ്ട്, ഇന്നർ വോയിസ് മെഡിറ്റേഷൻ. അങ്ങനെയുള്ള പൂർണ്ണമായിട്ട് പറയുകയാണെങ്കിൽ ഫുള്ളായിട്ട് നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ കറക്റ്റ് ഇങ്ങനെ കുറേ ടെക്നിക്ക് യൂസ് ചെയ്ത് കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാനുള്ള കാരണം നമ്മളെ ബ്ലോക്സ് ആണ്. അതിനെ റിമൂവ് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് ഈ ഒരു എലൈൻമെൻറ്റ് മാസ്റ്ററി എന്ന് പറഞ്ഞാൽ. അതിൻ്റെ സിൽവർ മെമ്പർഷിപ്പാണ് നമ്മൾ ഈ വരുന്ന 11-ാം തീയതി നമ്മൾ ഗ്രൂപ്പിലെല്ലാം ഷെയർ ചെയ്യുന്നതാണ് അതിൻ്റെ ഡീറ്റെയിൽസ്. ഇപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള സ്ലൈഡും വീഡിയോസ് എല്ലാം തന്നെ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നതായിരിക്കും എന്നുള്ള. അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ചോദിക്കാം. സാറേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമുക്ക് മെഡിറ്റേഷനെ കുറിച്ച് അത്രയൊന്നും ഡീപ്പായിട്ട് അറിയില്ല എനിക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ മെഡിറ്റേഷനൊക്കെ അങ്ങനെ ഇരുന്ന് ചെയ്യാനായിട്ട് പറ്റുമോ? ഇല്ല, ഇതെല്ലാം തന്നെ കറക്റ്റ് ആയിട്ട് ഇത് പറയാൻ വിട്ടുപോയി. ഈ ക്ലാസ്സിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ക്ലാസ്സുകളും ഇപ്പം ചക്ര മാനിഫെസ്റ്റേഷൻ, റിലേഷൻഷിപ്പ്, ജോബ്, ഡ്രീം ജോബ് മാസ്റ്ററി എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ എല്ലാം റെക്കോർഡായിരുന്നു. നിങ്ങൾ ഫ്രീ ടൈമിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ അങ്ങനെയാണ് ഡിസൈൻ ചെയ്തത്. പക്ഷേ എലൈൻമെൻറ്റ് മാസ്റ്ററി മാത്രം ലൈവാണ്, കംപ്ലീറ്റ് ആയിട്ട് പറയുന്നത് സൂമിലൂടെ. ഇപ്പം ഞാൻ എന്ത് ചെയ്തു, ബൈനറി മ്യൂസിക് ഏകദേശം ഇതിൻ്റെ എല്ലാം ഓരോരോ ഫ്രീക്വൻസിയിലുള്ള ബൈനറി മ്യൂസിക് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഓരോ ബൈനറി മ്യൂസിക്കും നമ്മൾ പ്ലേ ചെയ്തിട്ട് എൻ്റെ ഗൈഡൻസിൽ, അതായത് ഞാൻ ഗൈഡൻസ് നൽകും എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് എന്നൊക്കെ. എന്നാലിപ്പം 1 കപ്പ് മെത്തേഡ് എങ്ങനെയാണ് യൂസ് ചെയ്തത് അതേപോലെ കറക്റ്റായിട്ടുള്ള ഗൈഡൻസിലൂടെയാണ് നമ്മൾ ക്ലാസ് നൽകുക.
ലൈവായിരിക്കും. ലൈവിൽ ഗൈഡഡ് മെഡിറ്റേഷൻ ആണ്. അതായത് ഞാൻ ഓരോ കാര്യങ്ങൾ പറയും, അത് നിങ്ങൾ സങ്കല്പിക്കുക, അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുന്നതായിരിക്കും മെഡിറ്റേഷനിൽ. പിന്നെ ഈ വിഷ്വലൈസേഷൻ എന്ന് പറയുമ്പോഴും എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ ഇഷ്ടമാണ്, പക്ഷെ വിഷ്വലൈസേഷൻ ഒന്നും എനിക്ക് അത്ര അങ്ങോട്ട് വരുന്നില്ല. അത് നിങ്ങൾ ആജ്ഞാചക്ര വീക്ക് ആയതുകൊണ്ടാണ്. എനിക്കും ഇതേപോലെ തന്നെയാണ് എനിക്കും ഇനീഷ്യലി പ്രശ്നം ഉണ്ടായത്. ജസ്റ്റ് നിങ്ങൾ വിഷ്വലൈസേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ആദ്യം പെണ്ണ് നോക്കുക, എന്നിട്ട് കണ്ണുകൾ അടക്കുക, അതിനെ കാണാൻ പറ്റുന്നുണ്ട് നോക്കുക. അങ്ങനെ 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 പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ വിഷ്വൽ കപ്പാസിറ്റി അല്ലെങ്കിൽ വിഷ്വൽ മസിൽസ് എല്ലാം തന്നെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതാണ്. ഓക്കെ ഓക്കെ. അന്നേരം ഇതെല്ലാം നമ്മളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടോ? ഇല്ലല്ലോ. ഓക്കെ, നമ്മളിനി ക്ലാസ്സുകളിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ഡ്രീം ജേർണലിൽ എത്ര സ്വപ്നങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്? നിങ്ങളുടെ ഡ്രീം ജേർണലിൽ, അതായത് നിങ്ങൾ സ്വപ്നങ്ങൾ എഴുതി വെച്ച ഡ്രീം ജേർണലിൽ എത്ര സ്വപ്നങ്ങളാണ് എഴുതി വെച്ചിരിക്കുന്നത്? ഓക്കെ, ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. യൂട്യൂബ് ചാനൽ കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, എത്രയാണ് എഴുതി വെച്ചത്? മോർ ദാൻ 100. ഓക്കെ, 30 + 100 3. ഓക്കെ, ശരി. എല്ലാവരും ഒന്ന് എൻഗേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ ഒരു ക്ലാസ് പെട്ടെന്ന് തന്നെയാണ് നമ്മൾ അനൗൺസ് ചെയ്തത്, അതുകൊണ്ട് കുറേ പേർക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഞാനിവിടെ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കുറച്ച് പേര് 5ഉം 3 എഴുതി വെച്ചിട്ടുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞതുകൊണ്ട് ഞാൻ അവരോട് നന്ദി പറയാണ്. കാരണം നിങ്ങൾ ഫേക്ക് ചെയ്യുന്നില്ല. ഞാൻ ഏകദേശം 327 28 ആഗ്രഹങ്ങളാണ് എഴുതി വെച്ചത്, ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും അലൈനിലാണെങ്കിൽ, അതായത് ഈ ഒരു യൂണിവേഴ്സൽ എനർജിയായിട്ട് നമ്മൾ അലൈൻമെൻറ്റിലേക്ക് വരണമെങ്കിൽ നമുക്ക് വേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പോഴും ഒരു നിഷ്കളങ്കത എന്ന് പറയുന്ന കാര്യമുണ്ട്. നിഷ്കളങ്കത എന്ന് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവർ എന്തെങ്കിലും പറയുന്ന സമയത്ത് കരയണം അങ്ങനെയോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ ജെന്യൂനായിട്ട് നിങ്ങളുമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ മനസ്സായിട്ട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പലപ്പോഴും നമുക്ക് വയസ്സാകുന്ന സമയത്ത്, അതോടൊപ്പം തന്നെ നല്ലൊരു ജോലിയോ അല്ലെങ്കിൽ കുടുംബജീവിതമോ നയിച്ചു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ചിരിക്കാൻ പറ്റില്ല അല്ലേ? ശരിക്കും ഉള്ളറിഞ്ഞ് ചിരിക്കാൻ പറ്റില്ല അല്ലേ? കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ പ്രോബ്ലംസ് നിറഞ്ഞിട്ട് ചിരിക്കാനോ ഒന്നും തന്നെ പറ്റില്ല. അതൊരു വലിയൊരു പ്രോബ്ലമാണ്. നിങ്ങൾ എപ്പോഴാണോ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമൊന്നും കുട്ടിക്കാലത്ത് കുറച്ച് ചിരിച്ചിരുന്നു. പിന്നെ നോക്കുന്ന സമയത്ത് കുറേ കുട്ടിക്കാലത്ത് രക്ഷിതാക്കളിൽ നിന്ന്, അതോടൊപ്പം തന്നെ മെയിനായിട്ട് കൂട്ടുകാരിൽ നിന്ന്, ചെറുപ്പത്തിലെല്ലാം തന്നെ കൂട്ടുകാരിൽ നിന്ന് അടിക്കുക കാര്യങ്ങളെല്ലാം കിട്ടിയിട്ട് നമ്മളൊരു ഭയപ്പെട്ട ഒരു വ്യക്തിയായിട്ട് മാറും. അതായത് എല്ലാവരും എന്നെ വേദനിപ്പിക്കാനും കാര്യങ്ങളെല്ലാം എനിക്ക് നിരന്തരമായിട്ട് അനുഭവിക്കാം. എനിക്ക് നല്ലൊരു സൗഹൃദത്തിന്, നല്ലൊരു പ്രണയബന്ധത്തിന്, കുടുംബജീവിതത്തിന് അർഹതയില്ല എന്ന രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസിലൂടെയാണ് നമ്മൾ കടന്നു പോവുക. അന്നേരം ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ശരിക്കും പ്രപഞ്ചശക്തി എന്ന് പറയുന്ന സമയത്ത് ആകാശത്തിന് മുകളിൽ എന്തോ ഒരു ശക്തിയായിട്ട് നിങ്ങൾ കാണും. സത്യത്തിൽ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നത് നമ്മളടക്കമുള്ള, അതായത് ഞാനും നിങ്ങളും ഈ പ്രപഞ്ചം നിറഞ്ഞിരിക്കുന്ന, അതായത് യൂണിവേഴ്സ് നമ്മളെ മുകളിലല്ല, മറിച്ച് നമ്മൾ യൂണിവേഴ്സിൻ്റെ ഭാഗമാണ്. അതാണ് ഈ ഒരു കാര്യം. അതായത് യൂണിവേഴ്സായിട്ട് അലൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട കാര്യം നമ്മൾ നിഷ്കളങ്കമാവുകയും അതോടൊപ്പം തന്നെ ലോ ഓഫ് വൺനെസ് എന്ന് പറയുന്ന കാര്യമുണ്ട്. എന്താണ് ലോ ഓഫ് വൺനെസ്? 12 യൂണിവേഴ്സൽ നിയമങ്ങളിൽ ഒന്നാണ് ലോ ഓഫ് വൺനെസ്. ലോ ഓഫ് വൺനെസ് എന്താണ്? ആ വേർഡ് തന്നെയുണ്ട്. അതായത് ലോ ഓഫ് വൺനെസ് എന്താണ്? എന്താണ് ലോ ഓഫ് വൺനെസ്? ജസ്റ്റ് ആ വേർഡ് തന്നെയുണ്ട്. എല്ലാം ഒന്നാണ്. അതെ, എല്ലാം ഒന്നാണ് എന്നുള്ള ചിന്തയാണ് നമുക്ക് വേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ രാഷ്ട്രീയക്കാരും നോക്കൂ, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ രാഷ്ട്രീയക്കാരെ മതപരമായിട്ടും എല്ലാം തന്നെ ഭിന്നിപ്പിക്കുന്ന ലോകമാണ്. അത് ഇന്ത്യ മാത്രമല്ല, ലോകത്തെല്ലാം തന്നെ അങ്ങനെ ഭിന്നിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ രാഷ്ട്രീയ നേതാക്കളും മത നേതാക്കളെല്ലാം തന്നെ ഭയങ്കര കൂട്ടാണ്.
അവരുടെ ജസ്റ്റ് രാഷ്ട്രീയം പറയില്ല, പൊളിറ്റിക്കലി പറയില്ല, അവരുടെ മക്കളെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പാർട്ടീനെ മക്കളെ കൊണ്ട് വേടിക്കും. അവർ തമ്മിൽ ഭയങ്കര ബോണ്ടിങ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് സക്സസ് ഉണ്ടാകുന്നുണ്ട് അല്ലേ, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. എന്നാൽ നമ്മളാണെങ്കിൽ രാഷ്ട്രീയവും മതവും ജാതിയും എല്ലാം തന്നെ പറഞ്ഞ് നമ്മൾ കയ്യിൽ നിന്ന് വിഘടിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് യൂണിവേഴ്സൽ അലൈൻമെൻറ്റുമായിട്ട് നമ്മൾ കണക്റ്റ് ആകാത്തത് കൊണ്ടാണ്. നിങ്ങൾ പല മതങ്ങളിലും വിശ്വസിക്കുന്നുണ്ടാവും, ഹിന്ദു ആവാം, ക്രിസ്ത്യൻ ആവാം, ഇസ്ലാം ആവാം, വാട്ടവാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരുടെ ഉള്ളിലും ചൈതന്യം ഒന്നാണ്. പല രീതിയിലും ഇപ്പം ഞാൻ ക്രിസ്ത്യൻ മതത്തിലാണ് ജനിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് വെച്ചാൽ എൻ്റെ രക്ഷിതാക്കൾ ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് ഞാൻ അതിൽ ജനിക്കേണ്ടതായിട്ട് വന്നത്, അല്ലെങ്കിൽ അത് കാരണമാണ്. അതേപോലെ തന്നെ പലരുടെ ലൈഫിലും ഇതേപോലെ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാവും. പല മതങ്ങളിലും പല വിശ്വാസ പ്രമാണങ്ങളിലും വളരുന്ന സമയത്ത് മറ്റൊരു വ്യക്തി തെറ്റാണ്, എൻ്റേത് മാത്രമാണ് ശരി, ഞാനാണ് വലുത്, ഞാൻ എന്തോ സംഭവമാണെന്നുള്ള ചിന്ത നമ്മളിൽ വർദ്ധിക്കും. അതാണ് യൂണിവേഴ്സൽ വണ്ണസുമായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ അലൈൻമെൻറ്റുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യാതിരിക്കാനുള്ള കാരണം. നമ്മളുടെ ഉള്ളിൽ അഹങ്കാരം വർദ്ധിക്കുകയാണ് ചെയ്യുക അല്ലേ. നമ്മളെ സൗന്ദര്യം, നമ്മളെ പണം, ഇതെല്ലാം കാരണം നമ്മളിൽ നമുക്ക് സന്തോഷത്തോടെ ചിരിക്കാനോ മറ്റൊരു വ്യക്തിയെ നോക്കിയിട്ട് ചിരിക്കാനോ ഒന്നും തന്നെ സാധിക്കില്ല. അതല്ലേ സത്യം അല്ലേ? നമ്മൾ പറയുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മളെ സൗന്ദര്യത്തിൽ അഹങ്കരിച്ചിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ പങ്കാളിയിലെല്ലാം തന്നെ ഇങ്ങനെ അഹങ്കരിച്ച് വന്നിട്ട് നമുക്ക് ശരിക്കും ചിരിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് നമുക്ക് ഉണ്ടാകുന്നത്. എപ്പോഴാണോ നമ്മളെല്ലാം, അതായത് ഞാനും ഇതിൽ കാണുന്ന എല്ലാവരും, ചുറ്റുമുള്ള എല്ലാവരും നല്ലതാണ്, അല്ലെങ്കിൽ എല്ലാവരും നന്മയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സമയത്താണ് നമുക്ക് ഒരു യൂണിവേഴ്സുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ടാണ് ക്രിസ്തുദേവൻ പറഞ്ഞിരിക്കുന്നത് സ്വർഗരാജ്യത്തിൽ കുട്ടികൾക്കാണ് പ്രവേശനമുള്ളൂ എന്നുള്ള ഒരു വചനം പറഞ്ഞിട്ടുണ്ട് അല്ലേ. അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ നിഷ്കളങ്കത്വം കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ്. അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിഷ്കളങ്കത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തി നിങ്ങളെ ഉപദ്രവിക്കുന്ന സമയത്ത് പതിഞ്ഞിരിക്കുകയല്ല, നിങ്ങൾ മറ്റുള്ളവരായിട്ട് ഇടപെടുന്ന സമയത്ത് മീൻസ് ഇങ്ങനെ സെൽഫ് ക്ലെൻസിങ്, അതായത് നമ്മൾ സത്യസന്ധമായിട്ട് പറയുക, മറ്റുള്ളവർക്ക് നന്മ വരുത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നന്മ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള വാക്കുകളും കാര്യങ്ങളും പറയുന്നതാണ്. ഇപ്പോൾ ഒരു വ്യക്തി നിങ്ങളോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതായത് ഒന്ന് ഒഴിഞ്ഞു പറയാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ അതിനനുസരിച്ച് പ്രതികരിക്കുക. അത് പറയുന്ന സമയത്തും നമ്മളുള്ളിൽ ദേഷ്യം വെക്കാൻ പാടില്ല. ഉദാഹരണത്തിന് നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ നടന്നിട്ടുണ്ടാവും, ഒരു വ്യക്തി നിങ്ങളായിട്ട് മോശമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും രീതി ദേഷ്യപ്പെട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ചിലപ്പം ഭാര്യയായിട്ട് അല്ലെങ്കിൽ ഭർത്താവുമായിട്ട് മക്കളുമായിട്ട് എന്തെങ്കിലും ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ദേഷ്യപ്പെട്ടിട്ട് വന്നിട്ട് ആ ദേഷ്യമായിരിക്കും നിങ്ങളോട് തീർക്കുക. അങ്ങനെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ ഉണ്ടായിട്ട് ചിലപ്പോൾ ജോലി സ്ഥലത്തുള്ളതായിരിക്കാം. എന്താണ് എക്സ്പീരിയൻസ്? എന്താണ് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്തോ. എന്താണ്, എങ്ങനെയാണ് സംഭവിച്ചത്? ജസ്റ്റ് അൺമ്യൂട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ. നമ്മള് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് നമ്മുടെ അടുത്ത് കസ്റ്റമർ വന്നിട്ട് എന്തെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് അത് കേട്ടിരിക്കും. കാരണം നമുക്ക് അവരോടൊന്നും തിരിച്ച് നമുക്ക് അവരോടൊന്നും പറയാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ നേരെ തിരിച്ച് അതുകൊണ്ട് ഇങ്ങോട്ട് വീട്ടിലോട്ട് വരും. വീട്ടിൽ വരുമ്പോ മോളോട് ഭയങ്കര ദേഷ്യമാവും. ആ ദേഷ്യം മുഴുവൻ കൊച്ചിന്റെ മേത്തങ്ങ് തീർക്കും. അത് കഴിയുമ്പോ കൊച്ച് അതിലേറെ ദേഷ്യത്തിലായിരിക്കും. അപ്പൊ തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കായിരിക്കും. അതെ, തീർച്ചയായും. അതാണ് ഈ ഒരു സർക്കിൾ, അതായത് ജസ്റ്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു കാർമിക് അല്ലെങ്കിൽ ഈ ഒരു എനർജി സർക്കിൾ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ വ്യക്തി ഇപ്പം കൺസൾട്ടേഷൻ വരുന്ന ഓരോ പേഴ്സണൽ കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് ഓരോ വ്യക്തിയുടെ ലൈഫിലും എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള എക്സ്പീരിയൻസ് അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ടാവും. അതായിരിക്കും അദ്ദേഹം മറ്റുള്ളവർക്ക് നൽകുന്നതും അദ്ദേഹത്തിന് ലഭിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ. അതെന്താണെന്ന് കറക്റ്റായിട്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു തിരിച്ചറിവാണ്. ഒരു വ്യക്തി നമ്മുടെ ലൈഫിലേക്ക് മോശമായിട്ട് പെരുമാറുന്നെങ്കിൽ ആ വ്യക്തിയുടെ ലൈഫിൽ മോശമായിട്ട് മറ്റൊരു വ്യക്തി പെരുമാറിയത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓക്കെ, അതിനെ ഒരു പരിധി വരെ നമ്മൾ വിട്ടുകളയാം. അതായത് ജസ്റ്റ് ഈ ചെവിയിലൂടെ കേട്ടിട്ട് ഈ ചെവിയിലൂടെ വിട്ടുകളയാം. ഒരു പരിധിയിൽ ഇപ്പം നിങ്ങൾക്കൊരു മോശമായിട്ട് തെറി വിളിക്കുക, കാര്യങ്ങൾ വിളിക്കുക, പ്രതികരിക്കുക. ഫിസിക്കൽ അബ്യൂസോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിന് പ്രതികരിക്കുക. അല്ലാതെ ഒരു വ്യക്തി ദേഷ്യപ്പെട്ടു, ഞാൻ ആദ്യം തന്നെ ഇപ്പോൾ ഇനീഷ്യൽ ടൈമിൽ
ഇതേപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച് എതിർക്കുകയാണെങ്കിൽ ഞാൻ ആർഗ്യൂ ചെയ്തിട്ട് ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇപ്പം ചില ആൾക്കാർ പണ്ടെല്ലാം യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ ലോ ഓഫ് അട്രാക്ഷൻ എനിക്ക് ഭയങ്കര വിശ്വാസവും കാര്യങ്ങളുണ്ടായിരുന്നു. അതിനു മുൻപേ ഇതെല്ലാം സ്യൂഡോ സയൻസ് എന്ന രീതിയിലാണ് നിന്നത്. അന്നേരം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അതായത് ആർഗ്യൂ ചെയ്യാനോ അല്ലെങ്കിൽ എതിർക്കാനോ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കും. ഇത് ഈ ഒരു ലെവലിൽ ഇപ്പം തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും, സോഷ്യൽ മീഡിയ എല്ലാം തന്നെ നെഗറ്റീവായ കാര്യങ്ങളാണ് നമുക്ക് നൽകി വരുന്നത്. അന്നേരം ഈ ഒരു നെഗറ്റീവായുള്ള കാര്യങ്ങൾ നിങ്ങൾ കൺസ്യൂം ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അലൈൻമെൻറ്റിലേക്ക് എത്താൻ സാധിക്കില്ല. എപ്പോഴാണ് അലൈൻമെൻറ്റിലേക്ക് എത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ ചൈൽഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കുട്ടിയെ നിങ്ങൾ ഹാപ്പി ആയിട്ട് നിലനിർത്തുന്ന സമയത്ത് മാത്രമേ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ സംഭവിക്കുകയുള്ളൂ. അതാണ് ഇപ്പം ചില ക്യാൻസർ പേഷ്യൻസ് ഇതേപോലെ തന്നെ ഞാൻ യൂട്യൂബ് ചാനൽ പണ്ടെല്ലാം കാണുമായിരുന്നു. അവരെ രോഗങ്ങൾ ഹീലായെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാണുന്നത് സീരിയസ് ആയിട്ടുള്ള സിനിമയോ കാര്യങ്ങളോ അല്ല, ചിരിക്കുന്ന കോമഡി ഫിലിംസാണ് കാണുക. കാരണം എന്തുകൊണ്ടാണ് അവർക്ക് ആ ഒരു രോഗം ഇതേപോലെയുള്ള ക്യാൻസർ പോലെയുള്ള പല രോഗങ്ങളെ ഹീൽ ചെയ്യുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുള്ളിൽ കുട്ടിത്വവും അതോടൊപ്പം തന്നെ അവരെ ഹോർമോണും അവരെ ഹാപ്പി ഹോർമോൺസ് എല്ലാം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ്. അതായത് നിങ്ങൾ ഇതേപോലെ തന്നെ നെഗറ്റീവായുള്ള ന്യൂസ് കാണുക, അതോടൊപ്പം തന്നെ നിങ്ങൾ മറ്റു മതങ്ങളെക്കുറിച്ചും മറ്റ് രാഷ്ട്രീയക്കാരെക്കുറിച്ചും കുറ്റങ്ങളോ കാര്യങ്ങളോ നിരന്തരമായിട്ട് അനാവശ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അത് ആർഗ്യൂ ചെയ്ത് ജയിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുള്ളിലുള്ള ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അന്നേരം ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുള്ളിൽ ഞാനെപ്പോഴും എൻ്റെ മീൻസ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് പോലും എനിക്ക് ആ ഒരു മീൻസ് ഹാപ്പി ആയിട്ടാണ് സംസാരിക്കുന്നത്. അത് ഒരിക്കലും ഫേക്ക് ആയിട്ടുള്ള ഹാപ്പിനെസ് അല്ല. എൻ്റെ ഒരു ബേസിക് ക്യാരക്ടർ ഇതാണ്. അന്നേരം നിങ്ങളും ഇതേപോലെ തന്നെ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട്, അതായത് മസിൽ പിടിക്കാതെ ഒന്ന് ചിരിച്ച് സംസാരിക്കുക. അന്നേരം തന്നെ നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്, നിങ്ങളുള്ളിലൊരു കുട്ടിയുണ്ട് അല്ലേ. ഞാനെപ്പോഴും എൻ്റെ അച്ഛനായിട്ട് സംസാരിക്കുന്ന സമയത്ത് കോമഡിയും കാര്യങ്ങളെല്ലാം പറയുന്നത്, അച്ഛൻ പറയും, നീ ഇത്ര വലുതായില്ലേ, പോത്തുപോലെ വലുതായില്ലേ, എന്നിട്ട് നീ എന്തിനാ ഇങ്ങനത്തെ കോമഡിയെല്ലാം പറയുന്ന, ആൾക്കാർ എന്ത് ചിന്തിക്കും. അങ്ങനെ ഇതേപോലെ കല്യാണ വീട്ടിലും പോയി കഴിഞ്ഞാൽ കോമഡി പറയും, ഞാൻ നല്ലോണം ചിരിക്കും. ഫ്രണ്ട്സ് ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്, എല്ലാവരും ശ്രദ്ധിക്കും. ഞാൻ പറഞ്ഞാൽ എല്ലാം ശ്രദ്ധിച്ചോട്ടെ, എൻ്റെ ഒരു ഹാപ്പിനെസ് അല്ലേ, ഞാൻ ചിരിക്കുന്നു, എൻ്റെ ഹാപ്പിനെസ്. ഈ ഒരു ലെവലിൽ നിങ്ങൾക്ക് നിങ്ങളെ ഹാപ്പിനെസ്സിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഈ ബസ്സിൽ പോകുന്ന സമയത്ത് കഴിഞ്ഞ തവണ ഇന്നലെ മെഞ്ഞാന്നോ ബസ്സിൽ ഞാനും എൻ്റെ ഫ്രണ്ടും പോയി, എന്നാൽ ഞാനിങ്ങനെ പാട്ട് വിടാം. അന്നേരം അവൻ പറയുന്നത് വെച്ചാൽ ചുറ്റുമുള്ള ആൾക്കാർ ശ്രദ്ധിക്കുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ പാട്ടിൻ്റെ മീൻസ് ഭംഗിയുണ്ടായിരിക്കും, അല്ലെങ്കിൽ നല്ല രീതിയിൽ പാടുന്നതുകൊണ്ടായിരിക്കും ഞാൻ പറയും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് എന്താണ്, മീൻസ് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ചെറിയ രീതിയിൽ ചെറിയ മൂളിപ്പാട്ട് പാടുക, അതോടൊപ്പം തന്നെ നമ്മൾ ചിരിക്കുക, ഹാപ്പിനെസ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നതനുസരിച്ച് നമ്മൾ സത്യത്തിൽ യൂണിവേഴ്സൽ അലൈൻമെൻറ്റിലായിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സൽ എനർജി ആയിട്ട് അലൈൻഡാകുക ചെയ്യുക. അല്ലാതെ രാവിലെ എണീച്ച മുതൽ ടെൻഷൻ അടിക്കുക, കാര്യങ്ങൾ ചെയ്യുക. സത്യമാണ്, നിങ്ങൾക്ക് കുറേ പ്രോബ്ലം ഉണ്ടാവും. ഭർത്താവ് ടോക്സിക് ആയിരിക്കും, കള്ളുകുടിയനായിരിക്കും, ഭാര്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യക്കാരിയായിരിക്കും, ജോലി സ്ഥലത്ത് കുറേ പ്രശ്നങ്ങളുണ്ടാവും, എല്ലാ കാര്യങ്ങളും ഉണ്ടാവും. ഇപ്പോൾ തന്നെ എനിക്ക് തന്നെ എൻ്റെ ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളെല്ലാം തന്നെ ഹീൽ ചെയ്ത്, ഇപ്പം സ്കിന്നിൻ്റെ കാര്യത്തിലും എൻ്റെ ഹെയറിൻ്റെ കാര്യത്തിലും എല്ലാം തന്നെ ഞാൻ എപ്പോഴും എൻ്റെ ആ ഒരു മീൻസ് ഇപ്പം ഞാൻ കൂടുതലായിട്ട് ഞാൻ എൻ്റെ ഹെൽത്തും അതോടൊപ്പം തന്നെ സെൽഫ് ഹീലിങ്ങിന് വേണ്ടിയിട്ട് പ്രാധാന്യം കൊടുക്കുന്നതനുസരിച്ച് എൻ്റെ രൂപത്തിലും എൻ്റെ പേഴ്സണാലിറ്റിയിലും എൻ്റെ സംസാരത്തിലും എൻ്റെ ഓവറോൾ ബോഡി ലാംഗ്വേജിലും അതിൻ്റെ ചേഞ്ച് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പറഞ്ഞ മീൻസ് നമ്മൾ ഇതിൽ കാണിച്ച ഇന്നർ സെൽഫ് ഹീലിംഗ് എന്ന് പറയും. നമ്മളെ ഉള്ളിൽ, അതായത് ഞാനെന്ന് പറയുന്നത് ഇപ്പം രണ്ട് രീതിയിൽ നമ്മളുണ്ട്. നിങ്ങൾ എന്ത് ചിന്തിക്കണം എന്ന രീതിയിൽ ഞാൻ ബിഹേവ് ചെയ്യും. ഞാനെന്ന് പറയുന്ന വ്യക്തി ട്രൂ സെൽഫും ഉണ്ട്, നമ്മൾ മറ്റുള്ളവരെ മുന്നിൽ കാണിക്കാൻ വേണ്ടി നമ്മളുണ്ട്, നമ്മൾ ട്രൂ ആയിട്ടുള്ള. അതായത് ഇതിൻ്റെ ഗ്യാപ്പ് കയ്യിൽ നിന്ന് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ മുഖം മൂടി ഇപ്പം പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് എന്താണ് സത്യത്തിൽ? പേഴ്സണാലിറ്റി വ്യക്തിത്വം, അതിന് ഇംഗ്ലീഷ് വേർഡല്ല, പേഴ്സണാലിറ്റി. എന്താണ് പേഴ്സണാലിറ്റി? ഓക്കെ, പെർസോണ എന്ന് പറയുന്ന ലാറ്റിൻ വേർഡാണ് തോന്നുന്നു. പെർസോണ എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്. അതായത് പണ്ട് കാലങ്ങളിൽ സിംഗിളായിട്ട് അല്ലെങ്കിൽ ഒരു വ്യക്തിനെ നാടകം അഭിനയിക്കുന്ന സമയത്ത് അദ്ദേഹം വെച്ചിരുന്ന മുഖംമൂടികളാണ് പെർസോണ എന്ന് പറയുന്നത്. അതായത് മുഖംമൂടികൾ നമ്മൾ പല രീതിയിലുള്ള മുഖംമൂടി അണിഞ്ഞു നിൽക്കുന്നുണ്ട്. അതായത്
ട്രൂ ആയിട്ട് നിൽക്കുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ പല രീതിയിൽ, ഇപ്പം ഞാനൊരു ട്രെയിനറിൻ്റെ മുഖം മൂടി അണിഞ്ഞു, ഞാൻ ഒരു മകൻ്റെ മുഖം മൂടി അണിഞ്ഞു, ഞാൻ സുഹൃത്തിന്, അതായത് നമ്മൾ കുറേ പേഴ്സണാലിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്നാൽ പോലും അത് പെർസോണ എന്ന് പറഞ്ഞ വേർഡിൻ്റെ ഡെഫിനേഷനാണ് പറഞ്ഞത്. അതിനേക്കാളും ഉപരിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് നമ്മളിന്ന് പറയുന്നത്. അതായത് ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ നടക്കാത്തതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരിക്കലും നിങ്ങളുമായിട്ട് ട്രൂ ആയിട്ട്, അതായത് നമ്മളൊരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ അട്രാക്ട് ചെയ്യുന്നത് ഇനീഷ്യൽ ടൈമിൽ, ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തെല്ലാം നിങ്ങൾ ചിലപ്പം നിങ്ങളുടെ ചിന്താഗതിയും കാര്യങ്ങളെല്ലാം തന്നെ ഒരു താഴ്ന്ന ചിന്താഗതിയായിരിക്കും, പക്ഷെ ആഗ്രഹങ്ങളെല്ലാം തന്നെ ഉയർന്ന ചിന്താഗതിയും കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്കൊരിക്കലും അതിനെ ആക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് കിട്ടുന്നുള്ള കാര്യമോ ഒന്നും തന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. ഇനീഷ്യൽ ടൈമിൽ എനിക്കും ഉണ്ടായിരുന്നു. അതായത് ഇപ്പോൾ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ, സിമ്പിളായിട്ട് പറയുന്നത് സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ തന്നെ പറയാം. എന്നെ ഒരാളും സ്നേഹിക്കില്ല, എന്നെ ഒരു പെൺകുട്ടിയെ നോക്കില്ല, ചിരിക്കില്ല, ഈ രീതിയിലായിരുന്നു ഞാൻ ചിന്തിച്ചത്. എൻ്റെ ചിന്താഗതി എങ്ങനെയായിരുന്നു. അതായത് നമ്മൾ ഈ വിഷ്വലൈസേഷൻ കാര്യങ്ങൾ ചെയ്ത് നമ്മൾ സൂപ്പറായിട്ട് അല്ലെങ്കിൽ ഇതൊന്നും വലിയൊരു നല്ല ലുക്കുള്ള ഒരാളായിട്ട് മാറാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്കൊരിക്കലും എന്നെ ആക്സെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഞാനെന്ന് പറയുന്ന വ്യക്തിയിൽ ചേഞ്ച് വരുത്താൻ ശ്രമിച്ചിരുന്നില്ല. അതാണ്, അതായത് നിങ്ങൾ പണത്തെക്കുറിച്ചും എല്ലാത്തിനെക്കുറിച്ചും ആഗ്രഹിക്കുന്ന സമയത്തും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു തലത്തിലേക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ, അതോടൊപ്പം തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. യു വിൽ നോട്ട് അട്രാക്ട് വാട്ട് യു വാണ്ട്, യു വിൽ അട്രാക്ട് ഓൺലി വാട്ട് യു ആർ. നിങ്ങൾ എന്താണ്, നിങ്ങൾ ജസ്റ്റ് ചോദിക്കുക ഞാൻ ഹൗ യു ഫീൽ നൗ. അതായത് നിങ്ങൾ സ്വയം ചോദിക്കുക ഞാൻ എന്താണ് അനുഭവിക്കുന്നത്, സ്നേഹമാണോ ഇല്ലെങ്കിൽ ഇല്ലായ്മയാണോ, അതായത് ഇങ്ങനെയുള്ള, അതായത് നമ്മുടെ ട്രൂ സെൽഫിലേക്ക് ആദ്യം തന്നെ കടക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത് ഹീലിംഗ് എന്ന് പറയുന്ന കാര്യം. ഇപ്പം നിങ്ങൾ ഞാൻ മോട്ടിവേഷൻ ട്രെയിനേഴ്സിനെ തെറ്റ് പറയല്ല ചെയ്യുന്നത്. കാരണം ഞാനും മോട്ടിവേഷൻ ആദ്യമല്ല, എനിക്ക് ഭയങ്കര മോട്ടിവേഷൻ വീഡിയോസ്, നിങ്ങൾ സിംഹമാണ്, നിങ്ങൾക്ക് ജീവിക്കാനുള്ള ശക്തി നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്, നിങ്ങൾ എന്തിനാണ്, ആ രീതിയിലുള്ള വീഡിയോസ് ആയിരുന്നു കാണാൻ തുടങ്ങിയത്. എന്നാൽ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അന്നേരം മോട്ടിവേഷൻ കയറും. ഒരു ജഗദീൻ്റെ ഉണ്ടായിരുന്നു ഇതേപോലെ മോട്ടിവേഷൻ കേൾക്കും, പെട്ടെന്ന് തന്നെ ഡൗൺ ആവും. അത് സംഭവിക്കുന്നത് വെച്ചാൽ നമ്മളെ ഉള്ളിൽ നമ്മൾ ഹീൽ ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഇന്നർ സെൽഫിനെ നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്ത് ഹീൽ ചെയ്ത് കൊണ്ടുവരാൻ പറ്റാത്തടത്തോളം കാലം നിങ്ങൾ അതേ കൊണ്ട് തന്നെയാണ് വെക്കുക. ഞാൻ എപ്പോഴാണോ മെഡിറ്റേഷൻ, അതേപോലെ തന്നെ ക്ലിയർ ആയിട്ട് ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ലോ ഓഫ് അട്രാക്ഷൻ്റെ ടെക്നിക്ക് കാര്യങ്ങളെക്കാൾ കൂടുതൽ ഞാൻ മെഡിറ്റേഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മെഡിറ്റേഷൻ ഇതേപോലെയുള്ള ഇതിൽ തന്നെ ഇല്ലാത്ത ഇതിൽ നമ്മൾ 30 മെഡിറ്റേഷൻസ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. വേറെ ഇങ്ങനെ ഇതേപോലെ കളതെറാപ്പി അതേപോലെയുള്ള കുറേ മെഡിറ്റേഷൻസ് ഉണ്ട്. അതെല്ലാം ഞാൻ ഓരോന്ന് നെറ്റിലൂടെയും കോഴ്സുകളും ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും എല്ലാം തന്നെ ഇപ്പം ഇങ്ങനെ ക്രിയായോഗയുടെ മെഡിറ്റേഷൻസ്, രാജയോഗ മെഡിറ്റേഷൻസ്, അങ്ങനെ കുറേ മെഡിറ്റേഷൻസ്, വേറെ കുറേ മെഡിറ്റേഷൻസ് ഉണ്ട്, ഡിവോഷൻ മെഡിറ്റേഷൻസ്, അങ്ങനെയുള്ള മെഡിറ്റേഷൻസ് എല്ലാം ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് എൻ്റെ ഉള്ളിൽ ചേഞ്ച് കൊണ്ടുവന്നു. എൻ്റെ ആ ഒരു ചേഞ്ചാണ് സത്യത്തിൽ നിങ്ങൾ കാണുന്ന ഈ അനിവിന്ദ് എന്ന് പറയുന്ന വ്യക്തിയായിട്ട് മാറ്റിയത്. ടെക്നിക്ക് ഇപ്പം 333 ടെക്നിക്ക് കൊണ്ട് റിസൾട്ട് ഉണ്ടാവും, ശരിയാണ്. പക്ഷെ നിങ്ങൾക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ മെഡിറ്റേഷൻസ്, അത് നമ്മൾ ഫ്രീ ക്ലാസ് ആവട്ടെ ഏത് ക്ലാസ്സിലായാലും നിങ്ങൾ ഡെയിലി ഒരു യൂണിവേഴ്സായിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം മെഡിറ്റേഷനാണ്. നിങ്ങൾ മെഡിറ്റേഷന് പ്രാധാന്യം കൊടുക്കുക. ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ സൗജന്യമായിട്ട് നൽകുന്ന 3 മെഡിറ്റേഷൻസ് ഉണ്ട്. അതായത് സമയമില്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ, യൂണിവേഴ്സൽ ലവ് മെഡിറ്റേഷൻ ഇങ്ങനെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ യൂണിവേഴ്സിലെ എല്ലാവരും ലവ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ്. നിങ്ങളുടെ അതായത് നമ്മൾ ആ ലെവലിൽ ചിന്തിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് നോക്കണം. നമ്മൾ എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്? ആറ്റം കൊണ്ടാണ്. അതേപോലെയുള്ള ആറ്റംസാണ് നിങ്ങളുടെ ശരീരത്തിലുള്ളത്. ആ ഒരു കണക്ഷൻ, അണ്ടത്തിലിരിക്കുന്ന പിണ്ടത്തിലിരിക്കും, പിണ്ടത്തിലിരിക്കുന്ന അണ്ടത്തിലിരിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു ഇതേപോലെയുള്ള തമിഴ് വാമൊഴിയാണ് അല്ലെങ്കിൽ കോട്ടാണ്. കാരണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങളെ ഉള്ളിൽ ചേഞ്ച് വരുത്താൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി അല്ലെങ്കിൽ പെയിനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക. അതായത് നിങ്ങൾ ഇപ്പം തന്നെ നമ്മൾ മറ്റൊരു വ്യക്തിയായിട്ട് മാറാതെ നമ്മളെന്താണോ നമ്മളായി മാറാൻ വേണ്ടി ശ്രമിക്കുക. ചിലപ്പം എൻ്റെ രൂപം ഒരിക്കലും എനിക്ക് വലിയൊരു ചേഞ്ചോ കാര്യങ്ങളോ വരുത്താൻ പറ്റില്ല. മറിച്ച് എൻ്റെ ഉള്ള രൂപത്തിൽ നിന്ന് എനിക്ക് ചെറിയൊരു ചേഞ്ച് അല്ലെങ്കിൽ നല്ലൊരു ചേഞ്ച് എനിക്ക് കൊണ്ടുവരാൻ സാധിക്കും. എനിക്കൊരു മറ്റൊരു വ്യക്തിയായിട്ട് മാറാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് കമ്പാരിസൺ എന്ന് പറയുന്ന കാര്യം. യൂണിവേഴ്സൽ എനർജി അല്ലെങ്കിൽ യൂണിവേഴ്സൽ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് വരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കമ്പാരിസൺ കഴിയുന്നതും ഒഴിവാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ ഒരു പ്രാക്ടീസിലൂടെയാണ് നിങ്ങൾ ലൈഫിൽ മാറ്റം സംഭവിക്കുക. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളുടെ മനസ്സാക്കി മാറ്റുക, നിഷ്കളങ്കമായിട്ട് സംസാരിക്കുക, തുറന്ന് സംസാരിക്കുക, ഒരു വ്യക്തിയെ ആ വ്യക്തിയെ തന്നെ ഉൾക്കൊള്ളുക. അതായത് ഇപ്പോൾ
ഇപ്പോൾ പേഴ്സണൽ കൺസൾട്ടേഷൻ എടുക്കുന്ന സമയത്ത് സാർ എന്ത് വിചാരിക്കും അല്ലെങ്കിൽ അനിവിന്ദ് എന്ത് വിചാരിക്കും അറിയില്ല എന്നൊക്കെ പറയും, കാര്യങ്ങൾ പറയും. ഞാൻ പറയും നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്, നിങ്ങൾ തുറന്ന് പറഞ്ഞോളൂ. അന്നേരം അവർ കാര്യങ്ങൾ പറയും, അതിനനുസരിച്ച് അവർക്ക് കാര്യങ്ങൾ ഓക്കെ കാര്യങ്ങൾ കൃത്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. ഹലോ ആ ഓക്കെ, ഈ രീതിയിൽ വേണം നിങ്ങൾ കാര്യങ്ങളെ, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഈ ഒരു നിഷ്കളങ്കത കൊണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അല്ലെങ്കിൽ ലൈഫിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുക. നിങ്ങൾക്ക് ഒന്നും വേണ്ട, നിങ്ങളുടെ ജോലിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പൈസയോ ഒന്നും വേണമെന്നില്ല, ഹാപ്പി ആയിട്ടിരിക്കാൻ സാധിക്കും. അതാണ് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ്സും കാര്യങ്ങളും. ഇപ്പം തന്നെ പലപ്പോഴും ബ്ലെസ്സിങ്സ് എന്ന് പറയുന്ന കാര്യം, നമ്മൾ മറ്റുള്ള ബ്ലെസ്സിങ്സ് എല്ലാം നമ്മളിലേക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹൃദയം തുറന്ന് അല്ലെങ്കിൽ ഹൃദയം കൊണ്ട് സംസാരിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് സംസാരിക്കുന്നത്. ഞാൻ ഈ രീതിയില്ല, ഞാൻ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കും, കാര്യങ്ങളെല്ലാം ചെയ്യും, ഞാൻ വലിയൊരാളാണെന്ന് കാണിക്കാൻ വേണ്ടി ശ്രമിക്കും. എന്നാലും നിങ്ങൾ നിഷ്കളങ്കമായിട്ട് നിങ്ങളെ ഉൾക്കൊണ്ട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വരെ ചേഞ്ച് വരും. ഓക്കെ, ഇതെല്ലാം തന്നെ എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരുന്നതാണ് നമ്മളെ ക്ലാസ്സുകളായാലും നമ്മളെ വീഡിയോസും കാര്യങ്ങളും കൊണ്ടെല്ലാം തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇപ്പം പറഞ്ഞ ഇനി മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം. അതിന് മുന്നേ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പം നമ്മൾ 1 കപ്പ് മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല സാർ, ഓക്കെ, അത് നല്ല എഫക്റ്റ് ആണ്. എങ്ങനെയാണ്? അത് നല്ല എഫക്റ്റ് ഉണ്ട്. ഞാൻ എന്റെ കാലുവേദനയ്ക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര വിശ്വാസമായി സാർ, പറയാതിരിക്കാൻ പറ്റില്ല. താങ്ക്സ് സാർ, ഒരുപാട് നന്ദി. അതൊന്ന് പറഞ്ഞു തരുമോ സാർ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതായത് ഇന്നലെയുള്ള വീഡിയോ ഞാൻ യൂട്യൂബിൽ ലിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ ചാനൽ ഇട്ടിട്ടില്ല, പബ്ലിക് ആക്കിയിട്ടില്ല. ജസ്റ്റ് പറയുകയാണെങ്കിൽ ഒരു ഗ്ലാസ് വേണം, അതോടൊപ്പം തന്നെ ഒരു പേപ്പറിൻ്റെ പീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 7 സെൻറ്റിമീറ്റർ നീളം, ഒരു 3-4 സെൻറ്റിമീറ്റർ വീതിയുള്ള ഇതേപോലുള്ള പേപ്പർ. ഇതിലെന്ത് ചെയ്യുക, നമ്മളുടെ ഇപ്പം 28 ദിവസത്തെ ക്ലാസ്സാണ്. 28 ദിവസത്തെ നിങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ടതും ഏറ്റവും വളരെ പെട്ടെന്ന് നടക്കേണ്ട പ്രധാനപ്പെട്ട 28 ആഗ്രഹങ്ങൾ നിങ്ങൾ ചുമരിൽ എഴുതി ഒട്ടിക്കുക. ഓക്കെ, ചുമരിൽ എഴുതി ഒട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിലെ ഓരോ ആഗ്രഹങ്ങളും എടുത്തിട്ട് ചെറിയ പേപ്പറിൽ എഴുതുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു 10,000 രൂപ വേണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് കരുതുക. അത് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ 1 ലക്ഷം അല്ലെങ്കിൽ 10,000 രൂപ ലഭിച്ചതിന് പ്രപഞ്ചശക്തിക്കാന്ന് പറയുന്നു. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിക്കുക, ഇതേപോലെ തന്നെ ഒട്ടിക്കുക. എന്നിട്ട് അതിൽ 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. കൃത്യമായ രീതിയിൽ ഹൃദയഭാഗത്ത് വെച്ചിട്ട് വിഷ്വലൈസേഷനും ഫീലിങ്ങോടെ കൂടെ നിങ്ങളൊരു 3 മിനിറ്റെങ്കിലും ഒന്ന് ഫീൽ ചെയ്ത് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം ഈ വെള്ളം കുടിക്കുക. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപും ഇത് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആണ്, ഫസ്റ്റ് ഡേയിലെ ആഗ്രഹം എഴുതി കഴിഞ്ഞു, അത് രാവിലെ ഈവനിങ് പ്രാക്ടീസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളിത് ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് ഈ പേപ്പർ കത്തിച്ച് കളയാം. 2ാമത്തെ ദിവസം അതിൽ എഴുതി വെച്ച 2ാമത്തെ ആഗ്രഹം എന്താണോ ഇതേപോലെ തന്നെ ഷീറ്റിൽ എഴുതുക. എന്നിട്ട് അന്ന് രാവിലെ രാത്രിയായിട്ട് കുടിക്കുക. അങ്ങനെയാണ് 1 കപ്പ് മെത്തേഡ് ചെയ്യേണ്ടത്. ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെ ചെയ്തു വരികയാണെങ്കിൽ ഞാൻ പിന്നെ ഇന്നലെ പറഞ്ഞിരുന്നു, ഹെൽത്ത് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾക്കാണ് 1 കപ്പ് മെത്തേഡ് യൂസ് ചെയ്യുക. ഇപ്പോൾ ആരായിരുന്നു സ്റ്റോറി ഷെയർ ചെയ്തത്? ലത, പ്രേമലത. ഓക്കെ, എന്തായിരുന്നു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കൂ, എങ്ങനെയാണ് ചെയ്യുന്നത്? എനിക്ക് കാലിന്റെ മുട്ടിന് ഭയങ്കര വേദനയായിരുന്നു, കാല് തൂക്കിയിട്ട്. അപ്പൊ ഞാൻ ഇതേപോലെ സാറ് പറഞ്ഞ പോലെ തന്നെ രാത്രി ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതങ്ങനെ വിട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ രാവിലെ നീട്ടിട്ടും ഇതേപോലെ തന്നെ ചെയ്തു. സാറ് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ നന്നായി ഡീപ്പ് ബ്രീത്ത് എടുത്ത് നമ്മളിങ്ങനെ നെഞ്ചിനോട് ചേർത്ത് അത് ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് ആ പേപ്പർ ഒട്ടിച്ചിട്ട് നല്ല ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് നല്ല പൂർണ്ണ വിശ്വാസത്തോടു കൂടി തന്നെ ഞാൻ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഇരിക്കുന്നതായിട്ട് ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ട് അങ്ങനെ അത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ വെള്ളം കുടിച്ചു. അപ്പൊ എനിക്കറിയില്ല സാറേ, ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. എന്തായാലും പേഴ്സണലി വോയിസ് ആയിട്ട് അയക്കും, അത് നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം, എല്ലാവർക്കും ഒരു വിശ്വാസം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. സോറി സാർ, സാറേ ഒരുപാട് കാര്യങ്ങൾ ഞാൻ
തന്നെ സാറിന്റെ ക്ലാസ്സിലാണ്, ലോ ഓഫ് അട്രാക്ഷന്റെ ക്ലാസ്സിൽ സാറിന്റെയാണ് ഞാൻ ചേർന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ്. അത് 3-4 വർഷം മുൻപ്. അതിനുശേഷം പിന്നെ ഞാൻ ഓരോന്ന് ഇങ്ങനെ ഇത് സാറിന്റെ വീഡിയോസുകൾ കാണാറുണ്ടായിരുന്നു. പിന്നെ സക്സസ് സ്റ്റോറീസ് ഇങ്ങനെ ഇടുന്നത് കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ കൂടുതലായിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായി. ഞാൻ അന്നത്തെ ആളെ അല്ല ഇന്ന്. ഒരുപാട് മാറ്റങ്ങളുണ്ട് എനിക്ക്. ഒരുപാട് നന്ദിയുണ്ട്. ഓക്കെ, എല്ലാം തന്നെ വോയിസ് ആയിട്ട് അയക്കും കേട്ടോ. കാരണം മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ ആയി മാറട്ടെ. കാരണം ഞാൻ എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കുറേ അറിവ് സത്യത്തിൽ എനിക്ക് അറിവിനോട് യാതൊരു താല്പര്യമില്ല. ഇപ്പോൾ ഞാൻ തന്നെ ഓരോ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചോദിക്കും അപ്ലിക്കേഷൻ ലെവലിലുള്ള അറിവ് എന്താണ്. നിങ്ങൾ ഇപ്പോൾ ഗീതയും ഖുറാനും ബൈബിളിൻ്റെ വചനങ്ങളും കാര്യങ്ങളും വെച്ചിട്ട് ദൈവങ്ങളെ വാഴ്ത്തിപ്പാടുക, കാര്യങ്ങൾ ചെയ്യുക, ഇതുകൊണ്ടൊന്നും നമ്മുടെ ലൈഫിൽ ചേഞ്ച് വരില്ല. നമ്മളെ ലൈഫിൽ ചേഞ്ച് വേണേൽ കറക്റ്റായിട്ട് നമ്മളൊരു കാര്യത്തെ മനസ്സിലാക്കിയിട്ട് ഇപ്പം തന്നെ ചില കൺസൾട്ടേഷനിൽ ബേസിക്കായിട്ട് ഞാൻ ബിസിനസ് മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യാം, എങ്ങനെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൃത്യമായി ചെയ്യാം, എങ്ങനെ മീൻസ് ഇതെല്ലാം വാസ്റ്റായിട്ടുള്ള രീതിയിലുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പം തന്നെ ഞാൻ തന്നെ പറയാണ്ട് ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനേഴ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്. അവർ കറക്റ്റായിട്ട് ഈ കോഴ്സുകൾ കണ്ടക്ട് ചെയ്തിട്ടാണ് അവർ പൈസ ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ അവരെ മാനുഫാക്ചറേഷൻ കാര്യങ്ങൾ നടക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കോഴ്സ് മാത്രമല്ല, ഞാൻ വേറെ കുറേ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യത്തിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത് നിൽക്കാത്തത്. ഇൻസ്റ്റിറ്റ്യൂട്ട് കാര്യങ്ങൾ ഇങ്ങനെ ഇതേപോലെ തന്നെ 2-3 സ്ഥാപനങ്ങളുണ്ട്. അതെല്ലാം മാനേജ് ചെയ്യുന്നതാണ്. അന്നേരം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ സക്സസ് സ്റ്റോറീസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളെല്ലാം തന്നെ നമ്മൾ തന്നെ കുറേ സക്സസ് സ്റ്റോറീസ് ഇപ്പം തന്നെ ഇതേപോലെയുള്ള പല സക്സസ് സ്റ്റോറീസും പലരും ഷെയർ ചെയ്യില്ല. അങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് ആൾക്കാർക്ക് ഓക്കെ എനിക്കിത് നേടാൻ പറ്റുന്നുള്ളൊരു വിശ്വാസം വരും. ഈ ഒരു വിശ്വാസം ജനിപ്പിക്കലാണ് എൻ്റെ മെയിനായിട്ട് എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ 1 കപ്പ് മെത്തേഡ് വാട്ടർ മാനിഫെസ്റ്റേഷൻ നെഗറ്റീവായ രീതിയിൽ നിങ്ങളെ ബാധിക്കും. നിങ്ങളെ കുറച്ച് കുറ്റം പറയുന്ന ആൾക്കാരുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക, അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അവർ വെള്ളം തരികയാണെങ്കിൽ വേണ്ട, ഞാൻ കുടിച്ചതാണ്, ജ്യൂസ് ചെയ്തതാണെങ്കിൽ വേണ്ട, വയറ് നിറഞ്ഞതാണ്, ഷുഗറാണ്, ഇങ്ങനെയുള്ള രീതിയിൽ പറയാൻ വേണ്ടി ശ്രമിക്കുക. എൻ്റെ എക്സ്പീരിയൻസ് ആണ്, പലർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇത് കൈവിഷം കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നതാണ്. ഇന്ന് തന്നെ ഒരു കൺസൾട്ടേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു വെള്ളം കൊടുത്തു എന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോസിറ്റീവായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതേപോലെ തന്നെ നെഗറ്റീവായ രീതിയിലും ഇത് നമ്മുടെ ലൈഫിലേക്ക് എഫക്റ്റ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാത്ത ആൾക്കാർ എന്തെങ്കിലും ഓഫർ ചെയ്യുന്ന സമയത്ത് അത് ചിരിച്ചുകൊണ്ട് വേണ്ട, വെള്ളം കുടിച്ചതാ, ദാഹിക്കുന്നില്ല, വിശപ്പൊന്നുമില്ല, ഈ രീതിയിൽ ചിരിച്ചുകൊണ്ട് പറയുക. അതായത് വേണ്ട എന്നല്ല, വേണ്ട ഞാൻ കുടിച്ചതാ, അങ്ങനെ പറയുന്ന സമയത്ത് അവർ ഓക്കെ എന്നാൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അത് തന്നെയാണ്. അതായത് ഇത് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊന്നും, അതായത് ഞാൻ ഈ ഇനീഷ്യൽ ടൈമിൽ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഇത് സ്യൂഡോ സയൻസ് ആണ്, അങ്ങനത്തെ രീതിയിൽ ചിന്തിച്ചിട്ട് എൻ്റെ എക്സ്പീരിയൻസിലൂടെ കാര്യങ്ങളും എല്ലാം തന്നെ വന്നിട്ട് ഈ പറയുന്നത്, അതായത് ലോ ഓഫ് അട്രാക്ഷൻ്റെ ഞാൻ വീഡിയോസിലൂടെ എന്തൊക്കെയാണോ പറയുന്നത് അതെല്ലാം തന്നെ ഞാൻ പ്രാക്ടീസ് ചെയ്ത കാര്യമാണ്. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് യൂണിവേഴ്സ് മാത്രമല്ല, നമ്മളെ പൂർവികരുണ്ട്, നമ്മളെ അച്ഛൻ്റെ വംശാവലി, അമ്മയുടെ വംശാവലി, അവരെല്ലാം തന്നെ നമ്മളെ ബ്ലെസ്സിങ്സിലേക്ക് ഉൾപ്പെടുത്തണം, അല്ലെങ്കിൽ അവരെ നമ്മുടെ പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്തണം. ഇതെല്ലാം തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമ്മളിൽ ചേഞ്ച് വരും. അല്ലാതെ യൂണിവേഴ്സ് മാത്രമാണെന്നല്ല, യൂണിവേഴ്സൽ എനർജി തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമുക്ക് പല ഇപ്പം ഏഞ്ചൽസ് ഹീലിംഗ് എന്നെല്ലാം പറഞ്ഞ കുറേ മെത്തേഡ്സ് ഉണ്ട്. അതിലെല്ലാം തന്നെ നമ്മളെ ഏഞ്ചൽസ് എന്ന് വിളിക്കുന്നത് നമ്മളെ പൂർവികരാണ്. അതുകൊണ്ടാണ് നമ്മൾ കുടുംബക്ഷേത്രങ്ങളും ബലികളും കാര്യങ്ങളെല്ലാം, അത് ഹിന്ദു മതമാകട്ടെ അല്ലെങ്കിൽ ഇപ്പം തന്നെ ഇസ്ലാമിൽ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ നാട്ടിലൊരു ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ അറബിക് കല്യാണം കഴിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-4 തലമുറകളുടെ ഉപ്പമാരുടെ മീൻസ് അദ്ദേഹത്തിൻ്റെ പൂർവികരുടെ പേരുകൾ ഉണ്ടായിരുന്നു. കാരണം എന്താണ്, അവരെ ഓർക്കുകയും അവരോട് നന്ദി പറയുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അന്നേരം അതായത് ഞാൻ എന്താണോ പ്രാക്ടീസ് ചെയ്തത് അതാണ് ഞാൻ എപ്പോഴും നമ്മളെ യൂട്യൂബ് ചാനലിലൂടെയും എല്ലാം തന്നെ ഷെയർ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓരോ സക്സസ് സ്റ്റോറീസും ഷെയർ ചെയ്യുക. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യണ്ടോ? ഓക്കെ, സാർ ഞാൻ ഉണ്ണികൃഷ്ണനാണ്, എറണാകുളമാണ് എൻ്റെ സ്ഥലം. ഞാൻ മെഡിറ്റേഷൻ 3 ഉള്ളത് ഞാൻ സ്ഥിരം ചെയ്യാറുണ്ട്. കാലത്ത് ചെയ്യാറുണ്ട്, വൈകിട്ട് ചെയ്യുമ്പോൾ മിക്കവാറും 10-11 മണിയൊക്കെ ആവും ഞാൻ വീട്ടിലെത്തുമ്പോൾ, എന്നിട്ടാണ് ചെയ്യാറുള്ളത്. പക്ഷെ അത് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ചിലപ്പോൾ ഉറങ്ങിപ്പോകും. അല്ല, ഉറങ്ങുന്നത് നല്ലതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം പറയുന്ന പോലെ തന്നെ ബോധ മനസ്സിൽ നിന്ന് ഉപബോധ മനസ്സിലേക്ക് പോകുന്ന ടൈമാണ്. അങ്ങനെ ഉറങ്ങുന്നത്
നല്ലതാണ്. പിന്നെ എനിക്കുണ്ടായ അനുഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് സാറിന് വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്ക് ഞാൻ ജോലിയൊന്നും ഇല്ലാതെ വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്നതിനിടയ്ക്കാണ് ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യാനായിട്ട് ചക്ര മാനിഫെസ്റ്റേഷന്റെ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ പൈസ അടച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ജോയിൻ ചെയ്തിരുന്നു. ഇന്നിപ്പോ എനിക്ക് എൻ്റെ ഒരു കസിൻ എനിക്കിപ്പോ ഒരു വണ്ടി എടുക്കാൻ സഹായിച്ചു. അതിപ്പോ അതാണ് ഇപ്പൊ എന്റെ വരുമാന മാർഗം. ഓക്കെ ഓക്കെ. എന്തായാലും ഇനി ഒരു വണ്ടിയില്ല, 2-3 വണ്ടി റെന്റലായിട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളിൽ എഴുതി വെക്കും. മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം എന്ന രീതിയിൽ നിങ്ങൾക്ക് പറ്റട്ടെ. അതായത് ഒരു വണ്ടി ഓടിക്കുക എന്നുള്ളതല്ല, ഈ വണ്ടിയിൽ നിന്ന് എനിക്കൊരു 3 വണ്ടി വേണം, എന്നിട്ട് അത് റെന്റ് ഔട്ട് ചെയ്യണം രീതിയിൽ, ആ രീതിയിലൊന്ന് ചിന്തിച്ചു നോക്കും. കാരണം ഞാൻ ഈ ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങൾ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഇതേപോലെ റിയൽ എസ്റ്റേറ്റ് കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം. എൻ്റെ കയ്യിൽ 0 ബാലൻസ്, പൈസ കടം മേടിച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇത് ആഗ്രഹങ്ങൾ ഇപ്പോൾ ആ സമയത്ത് ഒന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് എനിക്ക് ലാൻഡ് ഉണ്ട്, ഏകദേശം ഒരു 11 സെൻറ്റ് സ്ഥലമുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മൾ റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ക്ലാസ് നടത്തുന്നതല്ലാതെ തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് റെൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഓഫീസ് ഉണ്ട്. അങ്ങനെ അതായത് ആഗ്രഹങ്ങൾ ഒരിക്കലും ചെറുതാക്കാൻ പാടില്ല. ഇപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആത്മീയ മീൻസ് എന്താ പറയുക, റിലീജിയസ് ആയിട്ട്, സ്പിരിച്വൽ എന്ന് പറയുന്ന റിലീജിയസ് ആയിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ആത്മീയ നേതാക്കളെ, മിസ്റ്റിക് ആവട്ടെ, യോഗിമാരാകട്ടെ, ഇതൊന്നും തന്നെ, അതായത് ഈ ഭൗതിക ലോകം ഒന്നുമല്ല. നിങ്ങൾക്ക് ആത്മീയ ലോകമുണ്ട്, പരലോകമുണ്ട്, എന്നാണ് മരണത്തിന് ശേഷം വലിയൊരു സ്വർഗവും കാര്യങ്ങളും വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ രീതിയിലുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിലേക്ക് നിറച്ചിരുന്ന പല ആത്മീയ നേതാക്കളെ, മീൻസ് മത നേതാക്കളെയോ ആത്മീയ നേതാക്കളെയോ തന്നെ കാണാം. അവർ നോക്കുന്ന സമയത്ത് അവർ നല്ല വാഹനങ്ങൾ, അതും ലക്ഷറീസ് ആയിട്ടുള്ള മെർസഡീസ്, നല്ല ഫുഡ് കഴിക്കുന്നുണ്ട്, കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്നിട്ട് പ്രഭാഷണങ്ങളിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഇതൊന്നും ചെയ്യരുത്, ഒന്നും ചെയ്യരുത്, നിങ്ങൾ ഇങ്ങനെ ദൈവത്തെ പേടിച്ച് നിൽക്കണം, ദൈവത്തെ ഇങ്ങനെ നിങ്ങൾക്ക് ഈ നല്ല ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഇതൊന്നും അല്ലെങ്കിൽ നിത്യമല്ല, ഈ സുഖങ്ങളൊന്നും നിത്യമല്ല, സുഖം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിലെത്തുന്ന സമയത്താണ് എന്ന രീതിയിലെല്ലാം ചിന്തിക്കുന്ന പല ആത്മീയ നേതാക്കളെയും കാണാറുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിലും എല്ലാം തന്നെ കാണാറുണ്ട്. ചില മിസ്റ്റിക്കായിട്ടും യോഗിമാരായിട്ടും ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്തിട്ട് ഇതൊന്നുമല്ല സത്യം, ശുദ്ധമായിട്ടിരിക്കൂ, മനസ്സ് ശൂന്യമാക്കി വെക്കൂ എന്നൊക്കെ പറയും. എന്നിട്ട് അവരെന്ത് ചെയ്യും, നല്ല രീതിയിൽ എൻജോയ് ചെയ്യും, എല്ലാ രീതിയിലുള്ള എൻജോയ്മെൻറ്റ് അവർ ചെയ്യും, കാര്യങ്ങളെല്ലാം ചെയ്യും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ആത്മീയത എന്ന് പറയുന്നത് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ ഭൗതിക സുഖങ്ങളും, അത് ഫുഡാവട്ടെ, സെക്സ് ആവട്ടെ, സ്ലീപ്പ് ആവട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്തുക്കളെല്ലാം തന്നെ പൂർണ്ണമായ രീതിയിൽ എൻജോയ് ചെയ്തുകൊണ്ട് ലൈഫിൽ കൂടുതൽ ഹാപ്പിനെസ് നിറക്കുക എന്നുള്ളതാണ് യഥാർത്ഥ സ്പിരിച്വാലിസം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ സ്പിരിച്വാലിസം അതാണ്. അല്ലാതെ എല്ലാം ഉപേക്ഷിച്ചിട്ട് ഹിമാലയത്തിൽ പോവുക, യോഗ അനുഷ്ഠിക്കുക, അതൊന്നും ഇങ്ങനെ നല്ലൊരു രീതിയായിട്ട് എനിക്ക് തോന്നില്ല. മീൻസ് ചില കോളിങ്സ്, ഇപ്പം തന്നെ ചില സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ചില കോളിങ്സ് മീൻസ് ഇന്നറായിട്ടൊരു ഓക്കെ ഞാൻ യാത്രയിലേക്ക് പോകേണ്ട വ്യക്തിയാണെന്ന് തോന്നുന്നത്, അങ്ങനെ പോകുന്നത് തെറ്റല്ല. മറിച്ച് നമ്മൾ ഒരു സാധാരണക്കാരാണ്, ഞാനൊരു സാധാരണക്കാരാണ്. ഞാനിപ്പം ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിനെയും എൻ്റെ ചുറ്റുമുള്ള ലൈഫിനെയും എത്രത്തോളം ഉയർത്താൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യം വെക്കേണ്ടത്, അതാണ് ഞാൻ പറഞ്ഞത്, ഉണ്ണികൃഷ്ണൻ സാറോട് അങ്ങൊരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മളെ ചുറ്റുമുള്ള വ്യക്തികളിലേക്കും വരുമാനം ഉണ്ടാക്കേണ്ട വഴികളെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പം ഞാൻ തന്നെ ഈ അറിവെല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞു, എൻ്റെ ലൈഫിൽ മാത്രം അപ്ലൈ ചെയ്തു, അതുകൊണ്ട് ഗുണം ഉണ്ടാവില്ലല്ലോ. ഞാൻ ഈ പഠിച്ച അറിവുകളെല്ലാം നിങ്ങളുമായിട്ട് ഇപ്പം ചക്ര മാനിഫെസ്റ്റേഷൻ അറ്റൻഡ് ചെയ്തു, അദ്ദേഹത്തിന് റൂട്ട് ചക്ര കറക്റ്റായിട്ട് ക്ലൻസ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് ആ വണ്ടി കിട്ടി. അതേപോലെ തന്നെ നമ്മൾ ഈ അറിവ് നമ്മൾ ഷെയർ ചെയ്യുന്നതനുസരിച്ച് ആൾക്കാർ ലൈഫിലേക്ക് നമ്മൾ ചേഞ്ച് കൊണ്ടുവരും. നിങ്ങൾ ചെയ്യുന്ന ജോലി ആവട്ടെ, ജോലി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ല വാക്കുകൾ പറയാം, അത് നിങ്ങളിലേക്ക് ഇരട്ടി വരും. നമ്മളെ സൗജന്യ ക്ലാസ് ലിങ്ക് പലരും എത്രയോ പേര് ഷെയർ ചെയ്തിട്ടുണ്ട്. അവരിലൂടെ എല്ലാം തന്നെ പല മുന്നേലെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് സ്റ്റോറി ഷെയർ ചെയ്യുന്ന സമയത്ത് 100 രൂപ ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഇല്ലായിരുന്നു, എന്നിട്ട് ഈ മെഡിറ്റേഷൻ ചെയ്ത് എനിക്കത് കിട്ടിയെന്ന് പറയുന്ന സമയത്ത് അവരെ മീൻസ് അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്രയാണ് നമുക്ക് പറയാൻ പറ്റില്ല. ഇതേപോലുള്ള ഇങ്ങനെ ഫ്രീ ക്ലാസ് കാര്യങ്ങളെല്ലാം തന്നെ ഓരോ അറിവുകളും, ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ അറിവ് നിങ്ങൾ അർഹതപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കുക. ഞാനൊരിക്കലും എൻ്റെ നാട്ടിലെ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ എൻ്റെ പാർട്ട്നേഴ്സിനോടോ എൻ്റെ ബിസിനസ് പാർട്ട്നേഴ്സിനോടോ ഒന്നും തന്നെ ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങളോ സംസാരിക്കില്ല. കാരണം അവർക്ക് അതിൽ വിശ്വാസമില്ല, അവർക്ക് ആ അറിവിൻ്റെ ആവശ്യമില്ല. ആവശ്യമുള്ളവർക്ക് നമ്മൾ അറിവ് കൊടുക്കുന്ന സമയത്താണ്, പാത്രം അറിഞ്ഞ് ദാനം കൊടുക്കുന്ന സമയത്താണ് അത് വാല്യൂ വരിക എന്ന് പറഞ്ഞ പോലെ തന്നെ ആ അറിവ്. ഇപ്പം നമ്മൾ ചിലർ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ പറയുന്നുണ്ട്, നിങ്ങൾ ജസ്റ്റ് നമ്മളെ സൗജന്യ ഗ്രൂപ്പിലേക്ക് ഒന്ന് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ലിങ്ക് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ എനിക്കും എൻ്റെ ഇതേപോലെ തന്നെ സ്റ്റാഫോ കാര്യങ്ങളുണ്ട്, അവർ ലിങ്ക് അയച്ചു തരും, എന്നിട്ട് അത് ഷെയർ ചെയ്യുക. അന്നേരം അവരുടെ ലൈഫിൽ
മാറ്റം വരുന്നില്ല, ആ പുണ്യം നമുക്ക് കിട്ടും. അതാണ് ഈ അബൻഡൻസ് എന്ന് പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ, എൻ്റെ കുടുംബം, ഞാൻ ചിന്തിക്കാതെ ഇതെല്ലാം നമ്മുടെ കുടുംബമാണ്. അതായത് ഇപ്പം യുദ്ധങ്ങൾ നടക്കുന്ന ഓരോ രാജ്യങ്ങളിൽ യുദ്ധങ്ങൾ മരിക്കുന്നതും കൊല്ലുന്നതും എല്ലാം തന്നെ ഞാനാണ്. അതാണ് ഇങ്ങനെ എല്ലാ ഇങ്ങനെ ദൈവങ്ങളും ദൈവപുത്രന്മാരും പ്രവാചകന്മാരും എല്ലാം തന്നെ പറഞ്ഞത്, സ്നേഹത്തെക്കുറിച്ചും ശാന്തിയെക്കുറിച്ചും. അതെല്ലാം തന്നെ, അതായത് നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഇപ്പം ചില ആൾക്കാർ, ചില സ്പിരിച്വൽ ലീഡേഴ്സ് പറയാണ്ട് വെജിറ്റേറിയൻ ആണെന്നില്ല. അത് ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പം വെജിറ്റേറിയൻ ആകേണ്ട ആവശ്യമില്ല. മറിച്ച് നിങ്ങൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തും നിങ്ങളെ തന്നെ ക്ലെൻസ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോൺ വെജിനോടുള്ള താല്പര്യം കുറയും. പണ്ടെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നോൺ വെജ് നിർബന്ധമായിരുന്നു, എന്തെങ്കിലും കഴിക്കണമെങ്കിൽ. അത് മീനാവാം, മീറ്റാവാം, എന്തോ ആട്ടെ. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷനാണ്. വെജ് ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുക വെജാണ്. കാരണം അത് നാച്ചുറോപ്പത്തിയും കാര്യങ്ങളും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് നല്ല മാറ്റമുള്ളത് കൊണ്ടും, പിന്നെ നോൺ വെജ് എനിക്ക് താല്പര്യം, മീൻസ് എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് കഴിക്കുക. അത് ഞാൻ ഒരു വ്യക്തി ഒരാൾ പറഞ്ഞതുകൊണ്ടല്ല, ഞാനത് പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് തോന്നി ഇതെല്ലാം വേണ്ടത്. ആ ഒരു അറിവാണ് നമുക്ക് വേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ യൂണിവേഴ്സൽ അലൈൻമെൻ്റ് ആയിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഏത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഉള്ളിൽ നിന്ന് തന്നെ വരുന്നതാണ്. എല്ലാത്തിടത്തോളം കാലം നമ്മൾ മറ്റുള്ളവരെ കാര്യങ്ങളെല്ലാം തന്നെ ഡിപ്പെൻഡ് ചെയ്ത് കാര്യങ്ങളിൽ നിൽക്കേണ്ടതായിട്ട് വരും. അതാണ്. അന്നേരം ഈ നമ്മളെ ക്ലാസ് അവസാനിക്കാൻ പോവാണ്. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. സാറേ, ഈ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യുന്നത് രാവിലെയും വൈകുന്നേരത്തല്ലാതെ ഉച്ചയ്ക്ക് ചെയ്യാൻ പറ്റും? രാവിലെയും വൈകുന്നേരം ചെയ്യാൻ പറയുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നല്ലൊരു ടൈമാണ്, ഗോൾഡൻ ടൈം എന്ന് പറയും. രാവിലെ മനസ്സിലെ ശാന്തമായി ചെയ്യുന്നവരാണ്. അത് പെട്ടെന്ന് തന്നെ നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നിങ്ങൾ രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറേ മനസ്സിൽ ടെൻഷനും കാര്യങ്ങളെല്ലാം ഇങ്ങനെ കുറേ ഓർമ്മകളിലും വന്നിട്ട് നിങ്ങൾക്ക് ടെൻഷനാവും. പിന്നെ ചെയ്യുന്ന സമയത്ത് ചിലപ്പം കറക്റ്റായി ചെയ്യാൻ പറ്റണമെന്നില്ല. ഇൻ കേസ് നിങ്ങൾക്ക് രാവിലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഉച്ചക്കും ചെയ്തോളൂ, പ്രശ്നമില്ല. പക്ഷേ ഏറ്റവും നല്ല ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ രാത്രിയാണ്. അതുപോലെ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് പുറം വേദനയാണ്, അപ്പൊ കിടന്നും കൊണ്ട് ചെയ്യുന്നത് കുഴപ്പമില്ല? ചെയ്യുന്നതിനെ കൊണ്ട് ഒരു കുഴപ്പമില്ല. ഉറങ്ങിപ്പോവും ചെയ്യും. ഉറങ്ങിപ്പോകുന്നതല്ല, ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ നല്ലതാണ്. നിങ്ങളത് ചെയ്യും. കുറെ വേദനയുണ്ട്, അതെല്ലാം തന്നെ വിട്ടുകളയും, എല്ലാം തന്നെ സമർപ്പിക്കും. പഠിച്ചവൻ എല്ലാം നോക്കിക്കോളും. പറഞ്ഞോളൂ. പറയട്ടെ. ഈ 1 കപ്പ് മെത്തേഡ് അത് കാലത്ത് എഴുതിയത് വൈകുന്നേരം യൂസ് ചെയ്യാമോ? യൂസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് രാത്രി കത്തിക്കുക, അല്ലെങ്കിൽ അത് പറ്റിയില്ലെങ്കിൽ രാവിലെ കത്തിക്കുക. ഓക്കെ. പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട്. സാറിന് ഞാൻ അതായത് എന്താണ് ചോദിച്ചോളൂ. ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഡീറ്റെയിൽ സാറിന് അയച്ചു തരാൻ വേണ്ടിട്ട് സാറിന്റെ കൊറിയർ അയക്കാനെന്നുള്ളൊരു അഡ്രസ്, ഞാൻ എന്റെ ഓഫീസിന്റെ അഡ്രസ് അയച്ചുതരാം. എന്താ അയക്കാനാണ്? ബുക്കാണോ? നമ്മൾ എല്ലാവർക്കും അത് പ്രയോജനം ചെയ്യുന്ന ഒരു സംവിധാനമാണ്. ബുക്ക് അയച്ചോളൂ. ജസ്റ്റ് അഡ്രസ് എന്ന് പറഞ്ഞാൽ അയച്ചാൽ മതി. ഇങ്ങനെ ഓഫീസ് അഡ്രസ് എന്ന് പറഞ്ഞാൽ അയച്ചാൽ മതി, സ്റ്റാഫ് അയച്ചു തരും. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. 2 ഡൗട്ട് ഉണ്ടായിരുന്നു. ഒരു ഡൗട്ട് ചോദിക്കട്ടെ ആദ്യം. സർ നേരത്തെ പറഞ്ഞോളൂ, ഈ വാട്ടർ മാനിഫെസ്റ്റേഷൻ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് പറഞ്ഞു. അല്ല, ഹെൽത്തിന് വേണ്ടി മാത്രമുള്ളതെന്നല്ല പറഞ്ഞത്. കൂടുതൽ എന്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ചില ആൾക്കാർ പണത്തിന്റെ കാര്യത്തിൽ ഉപയോഗിക്കും, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എല്ലാത്തിലും ഉപയോഗിക്കും. എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. ഓക്കെ. സെക്കൻഡ് ഡൗട്ട് സർ, നമ്മൾ ഈ 28 ഡേയ്സ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ഒരു ബ്രേക്ക് വരികയാണ് ചെയ്യും? ഇപ്പൊ ഫോർ എക്സാമ്പിൾ എന്റെ ഒരു കേസിൽ ചിലപ്പോ എന്താണ്, ഞാൻ സാധാരണ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ആദ്യം മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് സന്ധ്യക്കായിരുന്നു ചെയ്യാം. സന്ധ്യക്ക് ഞാൻ വിളക്ക് വെച്ച് നാമം ചൊല്ലി പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞിട്ട് ഞാൻ ആ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ മെഡിറ്റേഷൻ ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. ചില ദിവസങ്ങളിൽ നമുക്ക് അങ്ങനെ ഒരു എന്തെങ്കിലും മീറ്റിംഗ്സ്, എന്തെങ്കിലും ക്ലയന്റ് മീറ്റിംഗ് അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ബ്രേക്ക് വന്നു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ നമുക്കതിൽ? ബ്രേക്ക് വരാതിരിക്കുക. ബ്രേക്ക് വന്നാലും ഇപ്പം ഞാൻ പറയാണ് നിങ്ങളോട് കുഴപ്പമുണ്ടെന്ന്. കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ ടെൻസ്ഡ് ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി സമയം നോക്കിയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് ഈ മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ ഞാനിപ്പോൾ എലൈൻമെന്റ് മാസ്റ്റർ എന്ന് പറഞ്ഞ പ്രോഗ്രാം
ആ പ്രോഗ്രാം ജസ്റ്റ് കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിൽ ടെക്നിക്കോ കാര്യങ്ങളില്ല, കറക്റ്റായിട്ടുള്ള ഹീലിംഗ് മെഡിറ്റേഷനാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിറ്റേഷൻ നമ്മൾ സമാധാനത്തോടെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കൊരു ചേഞ്ച് വരികയുള്ളൂ. അപ്പം ഇത് എന്തെങ്കിലും ഒന്ന് കിട്ടുകയല്ല, ഇത് സംഭവിക്കപ്പെടുന്നതാണ്. ഇത് നിങ്ങൾ ശരിക്കും നിങ്ങൾ പോയിട്ട് പിടിച്ചു വാങ്ങുന്ന കാര്യമല്ല, നിങ്ങൾ സംഭവിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ ഒരു ചെടി, ഒരു വിത്ത് നമ്മൾ ഭൂമിയിൽ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് തനിയെയാണ് സംഭവിക്കുന്നത്, മനുഷ്യനൊന്നും ചെയ്യുന്നില്ല. മനുഷ്യന് വളവും കാര്യങ്ങളും ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ മനസ്സിൻ്റെ വിളനില ഒരുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായി നമുക്ക് ഇപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യം തന്നെ ഓരോരോ ഇപ്പം പല റിലേഷൻഷിപ്പ് എല്ലാം തന്നെ മാനിഫെസ്റ്റ് ആയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ള ആ ഹീലിംഗ് പ്രോസസ്സ് നടക്കുന്നതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന സമയത്ത് മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിലാണ് ഗുണം കിട്ടുക. മനസ്സിൽ ടെൻഷനോ കാര്യങ്ങളുണ്ടെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിലും അതിന് സമാധാനം വരുന്നതാണ്. നിങ്ങൾക്ക് ടൈമില്ലാത്ത അതായത് നിങ്ങൾക്ക് തീരെ ഭയങ്കര പാക്കഡാണ് നിങ്ങളുടെ ജോലിയും കാര്യങ്ങളുണ്ടെങ്കിൽ അതിനിടയിൽ ചെയ്യേണ്ട, വെറുതെ ടൈം വേണ്ട. ഓക്കെ സർ. ഓക്കെ, ഇതെല്ലാം കാര്യങ്ങൾ. ഹലോ ചോദിച്ചോളൂ. ഹലോ സാറേ, ഞാൻ ഈ ക്ലാസ് ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ഒരു സെക്കൻഡ് മിണ്ടല്ലേ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഈ ക്ലാസ് കേൾക്കുന്നത്. അപ്പൊ എന്താ സംഭവം എന്ന് എനിക്ക് യൂണിവേഴ്സിനെ പറ്റി എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ എനിക്കിത് എങ്ങനെ എന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ ഞാൻ അതിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അതേപോലെ ഇങ്ങനെ പറയും. അപ്പം ഇപ്പം എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങള് ഞാൻ ഇങ്ങനെ പറയും. അപ്പൊ എനിക്ക് അതിനനുസരിച്ച് യൂണിവേഴ്സിന്റെ എന്തോ ഒരു ഇത് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. അങ്ങനെ രണ്ട് വാക്ക് പറയാറുള്ളൂ. ഞാൻ എന്തെങ്കിലും ജീവിതത്തിൽ നടക്കുമ്പോ അല്ലെങ്കിൽ നടക്കുന്നതിന് മുന്നേ നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ എന്നൊക്കെ പറയുന്ന അതൊക്കെ ഉണ്ടല്ലോ നമ്മള്. അതെ, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയില്ല. താല്പര്യമുണ്ട്. ഓക്കെ, സൗജന്യ ക്ലാസ്സിലും പറയുന്നുണ്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കൂടുതലായിട്ട് ഹീലിങ്ങും കാര്യങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇതുവരെ നടത്തിയ എല്ലാ ക്ലാസ്സുകളും ഉൾപ്പെടുത്തിയിട്ട് തന്നെയാണ് ഇപ്പോൾ അലൈൻമെന്റ് മാസ്റ്ററിംഗ് പറഞ്ഞ ഒരു 30 ദിവസത്തെ ക്ലാസ് എന്നല്ല ഒരു മെമ്പർഷിപ്പ് ആയിട്ട് അവതരിപ്പിക്കുന്നത്. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലരുടെ ലൈഫിലും സക്സസ് സ്റ്റോറീസ് നമ്മളെ ക്ലാസ് പങ്കെടുക്കുന്ന സമയത്ത് വലിയ സക്സസ് സ്റ്റോറീസ് ഷെയർ ചെയ്യും. പിന്നെ നോക്കുന്ന സമയത്ത് അവർ മെസ്സേജ് അയക്കും, സാറേ ഒന്നും നടക്കുന്നില്ല, ഡൗൺ ആയിപ്പോയി, നെഗറ്റീവ് ആയിപ്പോയി എന്ന രീതിയിൽ. ഞാൻ ചിന്തിച്ചത് എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഫോളോ അപ്പോ കാര്യങ്ങളോ ചെയ്തില്ല. ഇപ്പൊ അലൈൻമെന്റ് മാസ്റ്ററിൽ തന്നെ മെഡിറ്റേഷൻ മാത്രമല്ല ഡെയിലി ടാസ്കുകൾ ഉണ്ടാവും, ബുക്ക് റീഡിംഗ് ഉണ്ടാവും, അതോടൊപ്പം തന്നെ സ്പെഷ്യൽ ടാസ്ക്, പേഴ്സണൽ ടാസ്ക്, മറ്റു പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ട് അവരെ ബിസിനസ്സിലേക്കും ഒരു വെറുതെ കുറച്ച് മെഡിറ്റേഷനോ കാര്യങ്ങളോ തരില്ല, നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസ്സോ കാര്യങ്ങളോ അഡീഷണൽ ആയിട്ടുള്ള വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന സോഴ്സിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പം ഞാൻ മാത്രമല്ല നമ്മളെ ഒരു ടീമായിട്ട് തന്നെ ഇപ്പം 2-3 പേരെ ഞാൻ ബിസിനസ്സുമായിട്ട് റിലേറ്റ് ചെയ്തില്ല കണക്ട് ചെയ്തിട്ടുണ്ട്. അവരെ ഗൈഡൻസും നിങ്ങൾക്ക് ഉണ്ടാവും, എന്റെ ഗൈഡൻസ് തന്നെ ഉണ്ടാവും. എനിക്ക് സാറിനോട് ഒന്നില്ലെങ്കിൽ സാറിന്റെ നമ്പർ എനിക്ക് വാട്സപ്പ് തരൂ, എന്റെ ഇതിനകത്തേക്ക് വാട്സപ്പിലേക്ക് കിട്ടോ. പേഴ്സണലായിട്ട് എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കണമെന്നുണ്ട്. പേഴ്സണൽ കൺസൾട്ടേഷൻ ആണോ? ഓക്കെ, പേഴ്സണൽ കൺസൾട്ടേഷൻ നാളെ മറ്റന്നാൾ ബുക്ക്ഡ് ആണ്. നിങ്ങൾ ജസ്റ്റ് കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ അയച്ചാൽ മതി, സ്റ്റാഫ് ഡീറ്റെയിൽസ് അയച്ചു തരുന്നതാണ്. ഈ നമ്പറിൽ അയച്ചാൽ മതിയോ? 772 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് അയച്ചാൽ മതി. അത് എല്ലാ സ്റ്റാഫിന്റെ കയ്യിലുള്ള നമ്പറാണ്. 772 ലാസ്റ്റ്. എനിക്കിന്ന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ലിങ്ക് വന്നത്. ഞാനത് സംഭവം ഒന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനിത് തപ്പി നടക്കുകയായിരുന്നു. ഞാൻ എപ്പോഴും രാവിലെ എഴുന്നേറ്റാലേ നമ്മളിങ്ങനെ പറയും താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഗോഡ്. അതിലെന്തോ ഒരു പവർ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ചില സമയത്ത് ആ ഒരു നമ്മള് ഡൗൺ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് നമ്മള് ചിറക് വെച്ച് പറക്കണമെന്ന് ഞാൻ ചില സമയത്ത് ചിന്തിച്ചു പോകും. നമ്മള് മനുഷ്യർക്ക് എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളാണ്, പല പ്രശ്നങ്ങളും ഉണ്ടല്ലോ. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. നമ്മള് ദൈവമായിട്ട് ആരാധിക്കുന്ന പലരുടെ ലൈഫിലും നോക്കൂ. അതെ, ഇപ്പൊ ഞാനിപ്പോ അമ്പലത്തിൽ ചെന്നാൽ പോലും ഞാനിങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാറില്ല. അവിടെ ചെന്ന് ആ വിഗ്രഹത്തെ നോക്കിയിട്ടും ആകെ പറയുന്നത് താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഗോഡ്. എന്താ സംഭവം എന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന പോകുന്നുണ്ട്. അതെ, ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാന്നുള്ള വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ട്. അതിലൊരു ജസ്റ്റ് ചെറിയൊരു സ്റ്റോറി പറഞ്ഞുതരാം. നമ്മൾ സ്വതവേ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിട്ട് എപ്പോഴും പൂക്കൾ എനിക്ക് ഒന്നും പൂക്കൾ വരയ്ക്കുന്നത് തീരെ ഇഷ്ടമല്ല.
പൂക്കൾ ഓണത്തിന് വരെ പൂക്കളിടുന്ന എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം എന്തിനാ പൂക്കളെല്ലാം പറിച്ചിട്ട് ഇങ്ങനെ ഇടുന്നതെന്ന് എനിക്ക് ജസ്റ്റ് അത് അങ്ങനെ തന്നെ കേട്ടോ. എൻ്റെ വീട്ടിലെ പൂക്കൾ ഓർക്കുന്നത് എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ പുള്ളിക്കാരി പ്രായമുള്ള സ്ത്രീയാണ്, ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാൽ ഞാനിത് എൻ്റെ കുട്ടിക്കാലത്തേ കാണുന്ന കാര്യമാണ് ഈ പൂക്കൾ പറിച്ചിട്ട് ഇതേപോലെ തന്നെ അവർ വിശ്വസിക്കുന്ന ഇതേപോലെ തന്നെ ദൈവങ്ങൾക്ക് അർപ്പിക്കുക എന്നുള്ളത്. എന്നിട്ടും അവരുടെ ലൈഫിൽ ഒരു ചേഞ്ച് വരുന്നില്ല. അന്നേരം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഡെയിലി എല്ലാ വ്യാഴ്ചകളിലും എല്ലാ ദിവസങ്ങളിലും മിക്കതും അമ്പലങ്ങളിലും കാര്യങ്ങളിലും പോകാണ്ട് നിങ്ങൾക്ക് എന്താണ് ഹാപ്പി ആണെന്ന് ചോദിച്ചു. ഇല്ല മോനെ, എന്ത് ചെയ്യും, ഇങ്ങനെ ദൈവം കേൾക്കുന്നില്ല, പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന് തോന്നുന്നു. ഞാൻ ചോദിച്ചു എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന്. പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മോൻ്റെ മദ്യപാനം മാറ്റിത്തരണേ, എൻ്റെ രോഗങ്ങൾ മാറ്റിത്തരണേ, ഈ രീതിയിൽ മൊത്തം പോയിട്ട് കംപ്ലൈൻറ്റ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇനീഷ്യൽ ടൈമിൽ ഞാനും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കാരണം കംപ്ലൈൻറ്റ് മൊത്തം, അതായത് എനിക്ക് വിഷം വരുന്ന സമയത്ത് അന്നേരം അമ്പലത്തിൽ ഇങ്ങനെ പള്ളിയിലേക്ക് കാര്യങ്ങളിലേക്ക് ഓടും. ഹാപ്പിനെസ് വരുന്നേരം ദൈവവും വേണ്ട, ഒന്നും വേണ്ട. അതാണ് ഒരു 98% ആൾക്കാരുടെ ക്യാരക്ടർ, 100% എന്ന് പറയില്ല. അന്നേരം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ആ ചേച്ചിയോട് പറഞ്ഞു, നിങ്ങൾ അമ്പലത്തിലെല്ലാം പോയിക്കോളൂ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രീതിയിലൊന്നും മാറ്റുക. എൻ്റെ നല്ല ആരോഗ്യത്തിന് വേണ്ടി, അതായത് നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ, പ്രാർത്ഥിച്ച നല്ല ആരോഗ്യം തരണമേ, എൻ്റെ നല്ല മക്കൾക്ക് നല്ല ആരോഗ്യശീലം കൊണ്ടുവരണമേ. അതായത് അവരാവശ്യപ്പെടുന്നത് ഗ്രാറ്റിറ്റ്യൂഡും കാര്യങ്ങളും പറയാൻ അവർക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. കാരണം ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി എന്ന് പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല. കാരണം ഇല്ലാത്ത കാര്യങ്ങൾക്ക് എങ്ങനെ, ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ഫസ്റ്റ് തന്നെ പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു ഇതിങ്ങനെയാണ് മോനെ നന്ദി പറയുക, അതൊന്നും എനിക്കറിയില്ല, അതൊന്നും നിങ്ങൾക്ക് പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു ഓക്കെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന രീതി മാത്രം മാറ്റിയാൽ മതി, നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടി അപേക്ഷിക്കുക, നിങ്ങളുടെ മക്കളുടെ നല്ല ശീലങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുക, ഈ രീതിയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ അന്ന് തന്നെ ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിച്ച് വരുന്ന സമയത്ത് എന്നെ ജസ്റ്റ് ഒന്ന് കാണൂ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു നിങ്ങൾ ഇന്നലെ പോയി പ്രാർത്ഥിക്കുന്ന സമയത്തും ഇന്ന് പോയിട്ട് പ്രാർത്ഥിക്കുന്ന സമയത്തും എന്താണ് നിങ്ങൾ ഫീലിങ്സ് ചോദിച്ചു, ജസ്റ്റ് ചോദിച്ചു. ഞാൻ പറഞ്ഞു മനസ്സിൽ നല്ലൊരു ആശ്വാസവും നല്ലൊരു സമാധാനം തോന്നുന്നു പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഞാൻ പറഞ്ഞു അദ്ദേഹത്തോട് ഈ ഒരു സമാധാനം കിട്ടിയല്ലോ, അതെങ്കിലും കിട്ടിയല്ലോ ഇതുവരെ ചെയ്തിട്ട്, നിങ്ങൾ ഡെയിലി ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യൂ. എന്നിട്ട് ഏകദേശം ഒരു മാസം കഴിഞ്ഞ് ഞാൻ കണ്ട സമയത്ത് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് മാറ്റമുണ്ടോ. മോനെ ഊരവേദന കുറവുണ്ട്, കാലിലെ നീരും കാര്യങ്ങളും കുറവുണ്ട്, മോനിപ്പോൾ അങ്ങനെ കുടിക്കുന്നൊന്നുമില്ല, ഇടയ്ക്ക് ഒരു കല്യാണ കാര്യങ്ങളോ വരുന്ന സമയത്ത് മാത്രമാണ് കുടിക്കുന്നത്, അതും ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല, വീട്ടിൽ വന്നിട്ട് ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഫങ്ഷൻസ് വരുന്നതിന് മാത്രം കുടിക്കും, ഇല്ലെങ്കിൽ ഡെയിലി കുടിക്കുന്ന വ്യക്തിയാണ്. അങ്ങനെ അതായത് പ്രാർത്ഥനകളിൽ തന്നെ ചേഞ്ച് വരുന്ന സമയത്ത്, നമ്മളെ വാക്കുകളിൽ തന്നെ ചേഞ്ച് വരുന്ന സമയത്ത് ചുറ്റുപാടുകൾ മാറും. അതാണ് ഈ വാക്കുകളുടെ ശക്തി എന്ന് പറയുന്നത്. ജസ്റ്റ് പറഞ്ഞാൽ നിങ്ങൾ നന്ദി എന്ന് പറയുന്ന ആ വാക്കുകളുടെ അതെനിക്ക് ഫീൽ ചെയ്തപ്പോഴാണ് എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ പറഞ്ഞ്, ആദ്യം ഞാൻ വലിയ കാര്യമായിട്ട് എടുത്തില്ല, ട്രൈ ചെയ്തു ജീവിതത്തിൽ. അതെനിക്ക് അത് കറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ ഞാൻ ഇതിനു വേണ്ടി യൂട്യൂബിൽ അന്വേഷിക്കാത്ത ഇതെന്താണ് ഈ മാനിഫെസ്റ്റേഷൻ, എന്താണ് കോഡുകൾ, അങ്ങനെ എന്തോ കുറെ നമ്പേഴ്സ് ഒക്കെ ഉണ്ട്. ഞാൻ ഇതൊക്കെ തപ്പിയെടുത്ത് ഇതെങ്ങനെയാണ് എങ്ങനെയാണ് അറിയില്ലാണ്ട് ഒരു കാര്യമില്ല. പക്ഷെ യാദൃശ്ചികമായിട്ടാണ് ഇത് എനിക്ക് വാട്സപ്പിൽ ഇപ്പൊ ഇന്ന് ഫ്രീ ആയിട്ടൊരു ക്ലാസ് വന്നത്. ഞാൻ തന്നെ ഇത് എങ്ങനെ ഇത് എത്തി എന്നുള്ളത്. എന്തായാലും സന്തോഷം. എന്തായാലും ഓക്കെ, എന്തായാലും എത്തിയത് സന്തോഷം. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എല്ലാം തന്നെ നമ്മളെ ലിങ്കും കാര്യങ്ങളും അയച്ചു. ഞാൻ എന്നിട്ട് എന്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും, ഞാൻ പറയാം 8 മണിക്ക് ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ട്, ചേച്ചിയാണ് എന്നെ ഇതിനകത്ത് ആദ്യം നമ്മള് ഇതിപ്പോ റെക്കോർഡ് ക്ലാസ് എല്ലാ ഞായറാഴ്ചകളിലും വെക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എല്ലാ ഞായറാഴ്ചയും ലൈവായിട്ടുള്ള ക്ലാസ് ഉണ്ടാവും. അല്ലാതെ നമ്മൾ റെക്കോർഡ് മീൻസ് മെയിനായിട്ട് നമ്മളെ ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാജിക് എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പല ട്രെയിനേഴ്സും എന്ത് ചെയ്യും, മാജിക് എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ വീഡിയോസ് മാത്രം ഇടും. അത് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോർണിംഗും ഈവനിങ്ങും ടാസ്കുകളാക്കി 3 മെഡിറ്റേഷൻസ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മെഡിറ്റേഷൻ, പിന്നെ ബൈനറി മ്യൂസിക്. അപ്പോൾ അതിലെ സെൽഫ് ലവ്, ഇപ്പം ഫോർഗിനസ് ബൈനറി മ്യൂസിക്കാണ് ഇട്ടത്. അത് ജസ്റ്റ് കേൾക്കുക, അത് ജസ്റ്റ് കേട്ടാൽ മതി. ഇയർഫോണോ ഹെഡ്ഫോണോ ഉപയോഗിച്ച് മാത്രം കേൾക്കുക, എന്നാലാണ് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. അല്ലാതെ ജസ്റ്റ് ദൂരെ വെച്ചിട്ട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യരുത്. ബൈനറി മ്യൂസിക്കൊക്കെ ഞാൻ നൽകുന്ന മെഡിറ്റേഷൻസ് എല്ലാം തന്നെ ബൈനറിയിലും സബ്ലിമിനലും ആയിട്ടുള്ള മ്യൂസിക്കാണ്. അതിൽ ബൈനറി മ്യൂസിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശബ്ദം ഇങ്ങനെ ഫ്രീക്വൻസി കുറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ സബ്ലിമിനൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വേർഡ്സ് ആണ് അതിൽ കാണാൻ പറ്റുക. മീൻസ് എൻ്റെ വാക്കുകൾ കാണാൻ പറ്റും, കാണാൻ പറ്റുന്ന കേൾക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെയുള്ള മെഡിറ്റേഷൻസ് ആണ്. അത് ഫ്രീക്വൻസി എല്ലാം കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പം തന്നെ ഇന്നലെ പറഞ്ഞിരുന്നു 7 ചക്ര മെഡിറ്റേഷൻ്റെ കാര്യം, അത് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ബ്രേസ്ലെറ്റിന് വേണ്ടിയിട്ട്. അത് എൻ്റെ ഫ്രണ്ട് ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അന്നേരം അതെല്ലാം തന്നെ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ കാര്യങ്ങളെല്ലാം തന്നെ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ,
ഒരു ഒരു ചെറിയൊരു സിംഗിൾ ഡൗട്ട് കൂടെ. ഈ 7 ചക്ര മെഡിറ്റേഷൻ ഉണ്ടല്ലോ, ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇങ്ങനെ ഒരു 7 ചക്ര മെഡിറ്റേഷൻ 7 മിനിറ്റിന്റെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും വലിയ കാര്യമായിട്ടുള്ള കാര്യമൊന്നും അറിയില്ല. പക്ഷെ ഞാനത് ചെയ്തു തുടങ്ങി. അതോടൊപ്പം ഞാൻ എന്റെ മോള് 8 വയസ്സ്, അപ്പൊ അവൾക്കും വലിയ കാര്യമായിട്ട് അറിയിട്ടില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞു ജസ്റ്റ് ഡീപ് ബ്രീത്ത് ചെയ്യുക, റിലാക്സ് ചെയ്യുക, അങ്ങനെ പറഞ്ഞു കൊടുത്താൽ അവളും ചെയ്യുന്നു. അങ്ങനെ നെഗറ്റീവ് എഫക്ട്സ് ഒന്നും നമുക്ക് ഇതിനുണ്ടാവില്ല. അവള് കാര്യങ്ങളൊന്നും അറിയാണ്ടാണ് അവള് ചെയ്യുന്നത്. ജസ്റ്റ് ചെറിയ കുട്ടികൾ 7 ചക്രയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറയും. ഒരു 12 വയസ്സ് കഴിയുന്ന സമയത്താണ് ഇത് ചെയ്യുന്നത് നല്ലത്, ചക്രാസ് എല്ലാം ചെയ്യുന്നത് നല്ലത്. അവരെ കംപ്ലീറ്റ് ആയിട്ട് അവരെ ഫ്രീ ആയിട്ട് വിടുക. ഞാൻ ഇപ്പം നിങ്ങൾ പാരന്റിങ്ങിന്റെ ക്ലാസ്സുകളും കാര്യങ്ങളിലും ഞാൻ പങ്കെടുത്തു. അതിൽ പറയുന്നത് വെച്ചാൽ നിങ്ങൾ കുട്ടികളെ കൺട്രോൾ ചെയ്യരുത്, അവരെ ഫ്രീഡത്തിൽ വിടുക. അവരെ ക്രിയേറ്റിവിറ്റി ലെവലിനെ നമ്മൾ ഒരിക്കലും കൺട്രോൾ ചെയ്യാൻ പാടില്ല. അതിനകത്ത് മൊബൈൽ കൊടുക്കണമെന്നല്ല, ജസ്റ്റ് നിങ്ങൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ശ്വാസം ശ്രദ്ധിച്ചിട്ട് കുറച്ചിരിക്കുക, വെറുതെ ഇരിക്കുക, വെറുതെ ശ്വാസം ശ്രദ്ധിച്ചിരിക്കുക, അത് മാത്രം ചെയ്യിപ്പിച്ചാൽ മതി. ഓക്കെ, സന്തോഷം. ഓക്കെ, ഇതെല്ലാം നമ്മളെ കാര്യങ്ങൾ. ഇനിയുള്ള നമ്മളെ അലൈൻമെന്റ് മാസ്റ്ററിയുടെ ഇപ്പം പറഞ്ഞ പ്രോഗ്രാമിന്റെ മറ്റ് ഡീറ്റെയിൽസ്, വീഡിയോസും കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് കൂടുതലായി ചേഞ്ച് കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പം ലൈവായിട്ട് നമ്മൾ അലൈൻമെന്റ് മാസ്റ്ററിയിൽ ഇങ്ങനെ ക്ലാസ്സുകൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ നമ്മൾ ഇങ്ങനെ 2 മെഡിറ്റേഷൻസ് ഇതിൽ നൽകിയ 30+ മെഡിറ്റേഷൻസ് നൽകും. അതോടൊപ്പം തന്നെ ആ ലൈവിൽ തന്നെ വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ എല്ലാ ദിവസവും നമ്മൾ നൽകുന്നതാണ്. ഗൈഡഡ് വിഷ്വലൈസേഷൻ മെഡിറ്റേഷൻ നൽകുന്നതാണ്. അങ്ങനെ മാത്രമാണ് റിസൾട്ട് കിട്ടുക. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ ടാസ്കുകളും പേഴ്സണൽ ടാസ്കുകളും ഉണ്ടാവും. പിന്നെ നമ്മൾ സ്റ്റാഫിനെ വെച്ചിട്ട് കറക്റ്റായിട്ടുള്ള ഫോളോ അപ്പും ഉണ്ടാവും. ഓക്കെ, ഇതെല്ലാം നമ്മളെ ക്ലാസ്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു ലൈവിൽ പങ്കെടുത്തതിന്. എല്ലാവരുടെ ജീവിതത്തിൽ ആർക്കെങ്കിലും സ്റ്റോറീസ് ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം. ഓക്കെ, നെറ്റ് മഴയതുകൊണ്ട് കട്ടായതാണ്. അന്നേരം ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി എല്ലാവർക്കും എന്തെങ്കിലും സ്റ്റോറീസ് ഷെയർ ചെയ്യേണ്ടത് ഷെയർ ചെയ്യാം. എന്തായാലും എല്ലാവരുടെ ജീവിതത്തിലും വലിയ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രമേശക്തി നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമല്ലോ. ഇതിന്റെ വീഡിയോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. നമ്മൾ കഴിഞ്ഞ വീഡിയോ ഷെയർ ചെയ്ത പോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നതായിരിക്കും. സുഗാദേവി മാഡം എല്ലാവർക്കും, ഷീജ, സുദേവ്, അനു, സുബിൻ, പിന്നെ ഷീല മാത്യു മാഡത്തിനെല്ലാം നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.